Good evening, one and all. ഒരു സൈലന്റ് പ്രയറോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Day 8. Fit body, fit mind. The interplay between physical fitness and mental health എന്നുള്ളതാണ്. Day 1 മുതൽ Day 8 വരെ, അതിൽ Day 7 വരെയുള്ള വ്യക്തികളും പറഞ്ഞത് മെന്റൽ ഹെൽത്ത് എന്ന ടെർമിനോളജി ഉപയോഗിച്ചോടൊപ്പം ഉപയോഗിച്ച ഒരു കാര്യമാണ് മൂവ്മെന്റ് എന്ന് പറയാം. ഒരാൾ പോലും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാതെ പോയില്ല. അതുകൊണ്ട് തന്നെ മൂവിങ് ഫോർവേഡ് എന്നുള്ളത് അത് എങ്ങനെയാണെങ്കിലും മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഡോക്ടർ ശ്രീദേവി വാര്യരാണ്. സോ ടു ഒഫീഷ്യലി വെൽക്കം യു ഓൾ, ഐ വെൽക്കം ആലിസ് മാം. ഓവർ ടു യു മാം. താങ്ക് യു ഉഷ. താങ്ക് യു മാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ ഡോക്ടർ ജാനകിയിൽ നിന്ന് കേട്ടത് എങ്ങനെ ഒരു ആർട്ട് ഒരു മെന്റൽ ഹെൽത്തിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ചെറിയ മുതൽ ബയോളജി ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഹെൽത്ത് എന്നുള്ളത്. ഹെൽത്തിന് നമ്മളൊരു ഡിസീസ് ഫ്രീ മാത്രമല്ല നമ്മുടെ ഹെൽത്ത്. നമ്മുടെ ചലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയും മൈൻഡും ഒരുപോലെ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ ഹെൽത്തി ബോഡി, ഹെൽത്തി പേഴ്സൺ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടിനോടെ പ്രാധാന്യം ഒരുപോലെയാണ്. ജാനകി പറഞ്ഞു വെച്ചതിൽ നിന്നാണ് ഇവിടുത്തെ തുടക്കം. അത് ഫിറ്റ് ബോഡി ഫിറ്റ് മൈൻഡ്. ഇതിന് ഏറ്റവും ആപ്റ്റായിട്ട് നമ്മളോട് സംവേദിക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ ശ്രീദേവി വാര്യർ, ഹെഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ബിൽഡിംഗ് ഡിവിഷൻ ഓഫ് പാലിയം ഇന്ത്യ. ഷീ ഈസ് ദ ആപ്റ്റ് പേഴ്സൺ ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്. വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മാമിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം മാം. അതുപോലെ തന്നെ നമ്മൾ ഈ 8 ദിവസവും നമ്മളുടെ കൂടെ ഒരുപോലെ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ദിവസവും 8:30 എന്നൊരു സമയമുണ്ടെങ്കിൽ ഇവിടെ കയറി നമ്മുടെ കൂടെ നിന്ന് ഇതിനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ഓഡിയൻസ് ആണ്. KCF-ന്റെയും ഐഡിയയുടെയും അതുപോലെ തന്നെ പ്രചോദനയുടെയും വെൽ വിഷേഴ്സ്, അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു ഈ വെബിനാറിലേക്ക്. ഒന്നുകൂടി എല്ലാവരെയും, ഇതിനകത്ത് ഇല്ലാത്തവരാണെങ്കിലും നമ്മുടെ ഓഡിയൻസ് ആണ് ഇതിന്റെ ഒരു ഇത് മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആ ഓഡിയൻസിനെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പറയാണ്, പ്രചോദനയുടെ പ്രോഗ്രാംസ് ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ദിശ എന്ന് പറയുന്ന മൂവ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡാൻസ് പ്രോഗ്രാം, അതുപോലെ നമ്മൾ ലാഫ്റ്റർ യോഗ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതുപോലെ എല്ലാ പ്രോഗ്രാമും ഉഷ പറഞ്ഞതുപോലെ ടു മൂവ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു നമ്മുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അതിനെല്ലാം നമ്മളുടെ കൂടെ ഈ ഓഡിയൻസും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ എല്ലാവരെയും ഒന്നോട് വെൽക്കം ചെയ്തുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓവർ ടു ഉഷ. Thank you Alice ma'am for the warm welcome. Now ഒഫീഷ്യലി ഡോക്ടർ ശ്രീദേവി വാര്യർ എന്നൊക്കെ വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും ചേച്ചിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്തുന്നത് സർപ്രൈസ് ആണ് ചേച്ചിക്ക്. ഞങ്ങളുടെ തന്നെ സീനിയറായ ഐ വെൽക്കം ഡോക്ടർ ബിനിറ്റ പോൾ. ഓവർ ടു യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ ഉഷ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീദേവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്ന അവസരത്തിൽ നന്ദി പറയുന്നു. എന്തായാലും ആളുടെ CV ഒക്കെ കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. ഒരു ഡെന്റിസ്റ്റ് പാത്ത് ഡീവിയേറ്റ് ചെയ്ത് ഇത്രയും ഉയരങ്ങളിൽ എത്തുവാനും അതൊരു ഇൻസ്പിറേഷൻ ആവാനും എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവാനും കഴിഞ്ഞതിൽ വളരെ അഭിമാനം. ടു ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ഹർ, ഡോക്ടർ ശ്രീദേവി വാര്യർ wears many hats: doctor, dancer, endurance athlete, and mom of 2, and wears them all with grace, grit, and a sense of adventure. She took her first steps into the world of fitness at the age of 39. No prior background in sports and hasn't looked back ever since. In just 3 years, she has transformed into a committed runner, cyclist, and a swimmer.
now training for her first triathlon, all the while managing her work and home. Sridevi is a proud member of I-10 Runners Club in Trivandrum. Her athletic milestones include conquering the Tour of Nilgiris, an 800-kilometer cycling expedition across South India, running the 21-kilometer Ladakh half marathon at one of the world's highest altitudes, completing 200-kilometer cycling, BRMs twice, and participating in multiple half marathons across the country. She has recently completed her first triathlon in Bangalore with a third place in her age category. When she's not out on the road or in the hospital, she finds her rhythm in tradition. As an accomplished Kathakali artist and Mohiniyattam dancer, preserving and performing Kerala's rich classical heritage. Her journey is a proof that it's never too late to chase bold goals, break stereotypes, and embrace new chapters with both running shoes and anklets on. ഈ വാക്കുകൾ ഒന്നും ആവുന്നില്ല. എത്രയും സ്നേഹത്തോടു കൂടി ശ്രീദേവിനെ വെൽക്കം ചെയ്യുന്നു. വി ആർ അവൈറ്റിംഗ് ഫോർ യുവർ ടോക്ക്. താങ്ക് യു. താങ്ക് യു. അതെ, താങ്ക് യു ബിനിറ്റ ചേച്ചി. പ്രൊഫൈല് കേട്ടപ്പോ തന്നെ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ താഴെക്കൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷാജി സാർ തുടങ്ങി വെച്ചല്ലോ, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പ്രിവെന്റ് പ്രൈമറി സെക്കൻഡറി എന്നുള്ളത്. നമ്മൾ ആ പ്രിവെൻഷൻ ആൻഡ് പ്രൊമോഷൻ എന്നുള്ള ലെവൽ 1 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഹെൽത്ത് ഇസ് വെൽത്ത് ചെയ്യുകയാണെങ്കിൽ മാക്സിമം പോയാൽ നമുക്ക് ആ സെക്കൻഡറി ലെവൽ വരെ പോവും. ടെറിഷറി ലെവലിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കേൾക്കാൻ പോകണം. ഓവർ ടു യു ചേച്ചി. താങ്ക് യു. ഞാൻ ആദ്യമേ ബിനീറ്റ ചേച്ചിയെ കണ്ടു, പക്ഷെ ഐ ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് ഷീ യൂസിങ് മീ. എനിവേ, സോ I will try to present the screen. ഇത് വിസിബിൾ അല്ലേ? വന്നു തുടങ്ങിയില്ല, നോക്കട്ടെ. യെസ്, മൂവി ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ വന്നു. ഇനി മൂവ് ചെയ്യണത് കാണിച്ചാൽ മൂവിയില്ലേ? ഇപ്പൊ ഫ്രം കൗച്ച് ടു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പ്രസന്റേഷൻ പോയി. പ്രസന്റേഷൻ വന്നിരുന്നു. ഓക്കെ, ഐ ട്രൈ അഗൈൻ. ഞാൻ ഇവിടെ റൂമില് നെറ്റ്വർക്ക് കുറച്ചൊരു ഡിലേ ഉണ്ട്. ആ സിവിയില് പറഞ്ഞ പോലെ ഇത് ആക്ച്വലി ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ തന്നെ കാല് കണ്ടുപെടുത്ത പിക്ചറാണ്. ബിക്കോസ് തലേ ദിവസം വൈകുന്നേരം എനിക്ക് ഒരു മോഹിനിയാട്ടം പെർഫോമൻസ് ഉണ്ടായിരുന്നു. രാവിലെ ഓടാനും പോണായിരുന്നു. അപ്പോ ഒരു ഷൂ ഊരിയപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു സ്ട്രെങ്ത്തും ജോയും മനസ്സിലായത്. സോ ഐ ക്ലിക്ക് ദിസ് പിക്ചർ ആൻഡ് ദിസ് ഇസ് റിയലി ക്ലോസ് ടു മൈ ഹാർട്ട്. ഞാൻ എന്റെ പേഴ്സണൽ ജേർണി ആണ് ഷെയർ ചെയ്യാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ വൈ വി ഷുഡ് ഡു, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ടായി. അപ്പൊ ഈ കേട്ടിരിക്കുന്ന ഇത്രയും പേര് ഈ രാത്രി 8:30 നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരല്ലാതെ ഈ സമയത്ത് എന്തായാലും ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ കുറച്ച് പേരെങ്കിലും എന്തെങ്കിലും നാളെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഇതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് ഞാൻ കാണുന്നത്. ഒരുപാട് സയൻസും അതൊന്നും ഞാൻ ഇതിൽ ലിങ്ക് ചെയ്തിട്ടില്ല, ബിക്കോസ് കുറെ എവിഡൻസ് ഉണ്ട് ഇതിനെല്ലാം. പക്ഷെ അത് ഒത്തിരി ബോറിംഗ് ആയിപ്പോ. സോ ഐ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് വേർ ഐ സ്റ്റാർട്ടഡ്. ഇത് ലിറ്ററലി ഫ്രം കൗച്ച് ടു ട്രയത്ലറ്റിക് ജേർണി. തുടക്കത്തിലെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ പറഞ്ഞ പോലെ തന്നെ ഞാൻ 39 വരെ കൗച്ച് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും ചെറുപ്പത്തിലേ മുതല് അച്ഛനമ്മമാര് തള്ളി വിട്ടത് കൊണ്ട് കുറച്ച് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലേറ്റർ ഓൺ ടീനേജ് ഒക്കെ ആയപ്പോൾ ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഡാൻസ്. മേ ബി എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് കുറെ കൂടെ നമ്മുടെ ഫീലിങ്സും നമ്മുടെ മൂഡും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഡാൻസിന് കുറെയൊക്കെ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു എൻറ്റയർലി ഒരു ഡിഫറെന്റ് വേൾഡ് ആയിരുന്നു എനിക്ക്. അപ്പൊ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഞാൻ കുട്ടികൾ ഉണ്ടായപ്പോഴും ഡാൻസ് കുറേശ്ശെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഭരതനാട്യമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ആൾ ഉണ്ടായി കഴിഞ്ഞപ്പോ എനിക്ക് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു.
അപ്പൊ അതിന് എനിക്ക് മനസ്സിലായി എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന്. ഞാൻ നേരെ തന്നെ സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ട് ആൻഡ് ഐ നീഡ് ഹെൽപ്പ്. ആ സമയത്ത് തന്നെ ഞാൻ ഡാൻസും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്കറിയാം മെഡിക്കേഷൻസ് അല്ല എനിക്കൊരു ലോങ് ടേം ഹെൽപ്പ്. എന്റെ മൂഡ് എലിവേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഡാൻസിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ ഡാൻസിലേക്ക് തിരിച്ചുപോയി. ഞാൻ BA ഭരതനാട്യം ലോങ് ഡിസ്റ്റൻസ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തു. എക്സാമിന്റെ തലേന്നായപ്പോ മുട്ട് അനക്കാൻ വയ്യ, സിവിയർ പെയിനും സ്വെല്ലിങ്ങും റെഡ്നെസ്സും ഒക്കെ. അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ടപ്പോ ഒരു ഗ്രേഡ് 4 ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉണ്ട്, കാർട്ടിലേജ് ഒക്കെ കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആണ് അതിന്റെ ഉള്ളില്. അപ്പോ എന്തായാലും ഡാൻസ് ചെയ്യണ്ട, ഇനി മൂവ്മെന്റ് എന്തായാലും റെസ്ട്രിക്റ്റഡ് ആണ്, ഇനി കുറെ ദിവസത്തേക്ക് മൊബിലിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതിയില്ല, അവിടെ ഡാൻസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായത് അത് സ്റ്റോപ്പ് ചെയ്തപ്പോ ഇതൊരു സൈക്കിള് പോലെയാണ്. അത് സ്റ്റോപ്പ് ചെയ്തപ്പോ അത് ഡിപ്രഷനെ ശരിക്കും അഫക്ട് ചെയ്തു. കാരണം പുറത്ത് പോകണില്ല, മൂവ് ചെയ്യണില്ല, ഇതിന് വേദന കാരണം അതിന്റെ ഒരു ഇറിറ്റേഷൻ. കുട്ടികൾ വന്ന് തൊടുമ്പോഴും ഡ്രസ്സ് ഇടുമ്പോൾ പോലും എനിക്ക് നീ ജോയിന്റ്സ് ഭയങ്കര പെയിൻ ആയിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റില്ല, ഇരുന്ന് എണീക്കാൻ പറ്റില്ല. ആൻഡ് ഐ വാസ് ജസ്റ്റ് 28. അപ്പൊ അതൊരു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കി. ഡിപ്രഷനും ഇതും കൂടെ അങ്ങോട്ട് ഒരു സൈക്കിൾ മാറി കുറെ നാള് എന്നെ ബോധർ ചെയ്തു. പിന്നെ ഞാൻ ഒട്ടും അനങ്ങാതായി, കാരണം ഭയങ്കര നീ പെയിൻ ആയിരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. പിന്നെ പെയിൻ കൂടിയപ്പോ ഒരു സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തു. അപ്പൊ പെയിൻ കുറഞ്ഞു, പക്ഷെ എന്നാലും അത് അങ്ങനെ കുറഞ്ഞൊന്നും പറയാൻ വയ്യ. എനിക്ക് മനസ്സിലായി ഇതൊരു ലോങ് ടേം സൊല്യൂഷൻ അല്ല. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് ഒത്തിരി കൾച്ചറൽ ഇവന്റ്സും ഒക്കെ പുറത്തുള്ള ആർട്ടിസ്റ്റ് വന്ന് പെർഫോം ചെയ്യുന്ന ഒരു വേദി ആണ് ട്രിവാൻഡ്രം. അപ്പോൾ എല്ലാ മന്തിലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും. ഞാൻ എല്ലാ പ്രോഗ്രാമും റെഗുലർ ആയിട്ട് പോയി എല്ലാ ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസും ഇരുന്ന് വാച്ച് ചെയ്യും. അപ്പോഴൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് എന്നെ ഇങ്ങനെ കില്ല് ചെയ്യാണ്, കാരണം എനിക്കത് കളിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഞാനത് റെഗുലർ ആയിട്ട് യൂട്യൂബിൽ കാണാൻ തുടങ്ങി രാത്രിയിൽ ഇരുന്നിട്ട്. ആൻഡ് ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു ദ ഡാൻസ്. ഇനിയിപ്പോ എന്ത് വേദനയാണെങ്കിലും സാരമില്ല എന്ന് വിചാരിച്ച് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഇനീഷ്യലി, ബട്ട് വാസ് അറ്റ് 30 years. അപ്പൊ എന്താ, ഈ ഇത്രയും ദിവസം ഇരുന്നപ്പോ ഞാനൊരു 68 kilos വെയിറ്റ് ഗെയിൻ ചെയ്തു. അപ്പൊ വാക്കിങ്ങും ഭയങ്കര പെയിൻഫുൾ ആയി. ഒരു ദിവസം വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5 ദിവസം മുട്ടിന് ഭയങ്കര വേദന. ആൻഡ് ഐ വാസ് കോൺസ്റ്റന്റ്ലി, ഞാൻ പെയിൻ കില്ലേഴ്സ് രാത്രിയിലും രാവിലെയും പെയിൻ കില്ലർ കഴിച്ചില്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല, അത്ര പെയിൻ ആയിരുന്നു. എന്റെ ഒരു ഫങ്ഷനിങ്ങും നടക്കില്ലായിരുന്നു. കാറിൽ ബ്രേക്ക് ക്ലച്ച് ചവിട്ടാൻ പറ്റില്ല, അത്ര പെയിൻഫുൾ ആയിരുന്നു. അങ്ങനെ 2 വർഷം കണ്ടിന്യൂസ് ഞാൻ മെഡിക്കേഷൻസ് കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വെയിറ്റ് കുറച്ചിട്ട് മാത്രമേ ബാക്കി കാര്യമുള്ളൂ. അപ്പൊ കുറച്ചൊരു ഡയറ്റിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു 2 കിലോ കുറഞ്ഞപ്പോ എന്റെ മുട്ട് ഭയങ്കര ഫ്രീഡം കിട്ടിയ പോലെ തോന്നി, പെയിൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. എനിക്ക് മനസ്സിലായി മൊബിലിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അങ്ങനെ സ്ലോ വാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്ലോ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും പോരാ, എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും മുട്ട് സ്ട്രെങ്തൻ ചെയ്യണം. കുറെ വായിച്ചപ്പോഴാണ് മനസ്സിലായ, ഒത്തിരി സ്റ്റഡീസ് ഇപ്പൊ പറയുന്നുണ്ട് മൊബിലിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ ജോയിന്റിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ റീജനറേഷൻ കൂടുതലായിരിക്കും. അപ്പൊ അഥവാ നമുക്ക് ഓൾറെഡി ഡീജനറേഷൻ ഒക്കെ സംഭവിച്ചിട്ടുള്ള ജോയിന്റ് ആണെങ്കിൽ അതിന്റെ പ്രോഗ്രസ് സ്ലോ ചെയ്യുന്നതാണ് പറയുന്നത്. കുറേ എവിഡൻസ് ഉണ്ട്, റണ്ണിങ് ക്യാൻ ഇംപ്രൂവ് ജോയിന്റ് ഹെൽത്ത് എന്നും പറഞ്ഞു. ഇതൊക്കെ കണ്ട് എന്റെ ഓർത്തോപീഡിഷനോട് ചോദിച്ചു, റണ്ണിങ് ചെയ്താൽ എന്റെ ജോയിന്റ് ശരിയാവോ? പുള്ളി പറഞ്ഞു, റണ്ണിങ്ങോ, യു കനോട്ട് ഈവൺ വാക്ക്, അപ്പം ബെറ്റർ യു ടേക്ക് റെസ്റ്റ് എന്നാ പറഞ്ഞത്. റണ്ണിങ് ഇസ് നോട്ട് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ കുറെ എവിഡൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് സത്യമാവാൻ സാധ്യതയില്ല, എന്തായാലും ഇത്രയും പേപ്പേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യണതല്ലേ, സോ ലെറ്റ് us try എന്ന് വിചാരിച്ചു. വെരി കോയിൻസിഡന്റ്ലി ആ സമയത്താണ് ഞങ്ങളുടെ ഓഫീസിൽ സമ്മൺ ജോയിൻഡ് ആസ് അവർ CEO. പുള്ളിക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ റണ്ണറാണ് ആൻഡ് സൈക്ലിസ്റ്റ് ആണ്, ഫിറ്റ്നസ് എൻതൂസിയാസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ പിന്നെ പുള്ളിയോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, ഐ വോണ്ട് ടു ഗെറ്റ് ഓവർ ദിസ് ഓൾ ദിസ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആസ് വെൽ ആസ് മൈ എന്താ ജോയിന്റിന്റെ പെയിനും വെച്ച് എനിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ആർത്രൈറ്റിസ് എന്നൊന്നും പറഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെയാണ് ആക്ച്വലി ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്ന് പുള്ളി എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഒരു ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ് എപ്പോഴും ഒരു ഹെൽത്തി ബോഡീന്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. ഹെൽത്തി മൈൻഡ് ലൈസ് ഇൻ എ ഹെൽത്തി ബോഡി, സോ ലെറ്റ് സ്റ്റാർട്ട് ടുമോറോ. എന്നിട്ട് എപ്പോഴും പറയും, നമ്മൾ നമ്മുടെ ബോഡീനെ എത്ര കീപ്പ് ചെയ്യുന്നു അത്രയും നമ്മൾ നമ്മളെ ലവ് ചെയ്യാണ്. സോ ഡോണ്ട് ഫീൽ ഗിൽറ്റി അബൌട്ട് ടേക്കിംഗ് ഔട്ട് ടൈം ഫോർ യുവർ സെൽഫ് ഫോർ ഫിറ്റ്നസ് എന്നുള്ളത്. അങ്ങനെയാണ് ഡാൻസിൽ നിന്ന് ട്രയത്തലോണിലേക്ക് എത്തിയത്. ഡാൻസ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. ഞാൻ അബ്രപ്റ്റ് മൂവ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഭരതനാട്യത്തിൽ നിന്ന് നല്ല മോഹിനിയാട്ടത്തിലേക്ക് സ്വിച്ച് ചെയ്തു. മോഹിനിയാട്ടം സത്യം പറഞ്ഞാൽ എനിക്ക്
അത്ര ഇഷ്ടമുള്ള ഡാൻസ് ഫോം ആയിരുന്നില്ല ഒരു കാലത്ത്. കാരണം അത് ഭയങ്കര സ്ലോ ആണ്. അപ്പൊ എനിക്ക് എല്ലാം ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. സ്ലോ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങള് എനിക്ക് അത്രയും ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഒന്നുമില്ല. എനിക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല ബേസിക്കലി. പക്ഷെ മോഹിനിയാട്ടത്തിലേക്ക് മാറിയപ്പോൾ അതെന്നെ കുറെ പേഷ്യൻസ് പഠിപ്പിച്ചു. കാരണം സ്ലോ ആയിട്ട് ബോഡിയുടെ ഓരോ ജോയിന്റും അല്ലെങ്കിൽ ഐയും നമ്മുടെ ഐബ്രോസും വിരലുകളും എങ്ങനെ എത്ര സ്ലോ ആയിട്ടും കോർഡിനേറ്റഡ് ആയിട്ടും മൂവ് ചെയ്യണം എന്നുള്ളത് നല്ലോണം അത് എന്താ പറയുക ഒരു കുറച്ചൊരു ആ സ്ലോനെസ് എന്നെ ഒന്ന് ഗ്രൗണ്ട് ചെയ്തു. അങ്ങനെ ഡാൻസ് റീസ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ സത്യം പറഞ്ഞാൽ ഡാൻസ് റീസ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ എനിക്ക് ഞാൻ അപ്പൊ തന്നെ എന്റെ മെഡിക്കേഷൻസും ഒക്കെ കുറച്ച് നാളെ കഴിച്ചുള്ളൂ. എനിക്ക് മനസ്സിലായി വെൻ ഐ റീസ്റ്റാർട്ടഡ് ഡാൻസ് എനിക്ക് ഇനി അതൊരു പ്രശ്നമേ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ ഐ ടോൾഡ് ദ ഡോക്ടർ ഞാൻ ടേപ്പർ ചെയ്യാണ്, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്, ഐ ഡോണ്ട് തിങ്ക് ഐ നീഡ് ആന്റി ഡിപ്രസൻസ് എനിമോർ ബിക്കോസ് ഡാൻസ്. ഈ ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ എന്നോട് ചോദിച്ചു ഇയാൾക്ക് ശരിക്കും ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ കണ്ട അങ്ങനെയെന്ന് തോന്നുന്നു. ബിക്കോസ് ഷീ സോ വൺ പെർഫോമൻസ് ഞങ്ങള് ഹോസ്പിറ്റലിൽ നടത്തിയത്. അത് കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചിട്ട് ശ്രീദേവിക്ക് ശരിക്കും ഡിപ്രഷൻ ഉണ്ടായിരുന്നു, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ഓർ യു ആർ ജസ്റ്റ് മിസ് ഡയഗ്നോസ്ഡ്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അത് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സ്ട്രൈക്കിംഗ് ചേഞ്ച് ആണ് ഓവർ എ പീരീഡ് ഓഫ് മന്ത്സ് ഉണ്ടായത്. അതില് പിന്നെ റണ്ണിങ്ങിന്റെ കഥ പറയാന്ന് വെച്ചാല് വളരെ സ്മോൾ ഗോൾസ് ആയിരുന്നു. എനിക്ക് ചെറുപ്പത്തിലേ മുതൽ അസ്മാറ്റിക് ആണ്. എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഡെർഫിലിനും ഇൻഹേലറും ഒക്കെ ആയിരുന്നു എല്ലാ കാലം. രാത്രിയിൽ ഉറങ്ങാതിരിക്കലും ഇതൊക്കെ കുഞ്ഞിലേ മുതലുണ്ട്. അപ്പോ എനിക്ക് 100 മീറ്റർ പോലും ഓടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 100 മീറ്റർ പോലും എന്നെ കൊണ്ട് ഓടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാം, മ്യൂസിയത്തിന്റെ ഉള്ളില് കുറെ സ്ഥലമുണ്ട്. 100 മീറ്റേഴ്സ് ഓടാൻ പറ്റില്ല. അപ്പോഴേക്കും ഞാൻ ബ്രെത്ത്ലെസ് ആവും, എനിക്ക് കാല് വേദനിക്കും, വയ്യ. ഫസ്റ്റ് ഒരു 10 കിലോമീറ്റർ റണ്ണിന് ഞാൻ രജിസ്റ്റർ ചെയ്തു സോ ദാറ്റ് ഐ ക്യാൻ ട്രെയിൻ ഫോർ ഇറ്റ്. അങ്ങനെ ഒരു 6 ആഴ്ച ഉണ്ടായിരുന്നു. ആ 100 മീറ്ററിൽ നിന്ന് അത് 1 കിലോമീറ്റർ ആയി, 5 കിലോമീറ്റർ ആയി. റൺ വാക്ക് ആയിരുന്നു ആദ്യം, കുറച്ചു നേരം റൺ ചെയ്യും, ഇടയ്ക്ക് ഇൻഹേലർ എടുത്ത് അടിക്കും, കാരണം പിന്നെ ശ്വാസം കിട്ടണില്ല. കുറച്ച് ഇൻഹേലർ എടുത്ത് അടിക്കും, കുറെ ചുമയ്ക്കും, അത് കഴിഞ്ഞ് പിന്നെയും വാക്ക് ചെയ്യും, റൺ ചെയ്യും. അങ്ങനെ ഒരു 5 കിലോമീറ്ററിലെത്തി. അങ്ങനെ ആദ്യത്തെ 10 കിലോമീറ്റർ റണ്ണ് ചെയ്തപ്പോ ഞാൻ ഈ കോച്ച് ചെയ്ത എന്റെ കോച്ചിന്റെ അടുത്ത് പറഞ്ഞു ഇതെന്റെ ആദ്യത്തെയും അവസാനത്തെ റണ്ണാണ്, എനിക്ക് ഒരു പ്രാവശ്യം റൺ ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ സാധിച്ചു, ഇനി ഞാൻ റൺ ചെയ്യുന്നില്ല. അപ്പൊ തന്നെ പുള്ളി പറഞ്ഞൊരു എക്സാമ്പിള് ഇത് ഈ അഡിക്ട്സ് പറയണ പോലെയാണ്, അല്ലെങ്കിൽ സ്മോക്കേഴ്സും ആൽക്കഹോളിക്സും ഒക്കെ പറയണ പോലെ, ഇനി ഞാൻ കള്ള് കൈ കൊണ്ട് തൊടില്ല എന്ന് പറയണ പോലെ നാളെ രാവിലെ എനിക്ക് വീണ്ടും ഇരിക്കും. ഇത് അതുപോലെയാണ്, നാളെ രാവിലെ നീ വീണ്ടും കോച്ചിങ്ങിന് വരും, ഐ ആം ടെലിംഗ് യു. പക്ഷെ ദാറ്റ് ഇസ് കറക്റ്റ്. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒരു ഇരിക്കപ്പുറത്തില്ല, എങ്ങനെയെങ്കിലും കുറച്ച് ഓടണം, കുറച്ച് നടക്കണം എന്നൊക്കെ ഉള്ളത്. ഒന്ന് നമ്മൾ ആ നേച്ചറുമായിട്ടുള്ള എൻഗേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ മോർണിംഗ് ടൈമിൽ വേറെ ഒന്നും ആലോചിക്കാനില്ല. ആ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനുണ്ട്, നേച്ചറുണ്ട്. അതുവരെ കാണാത്ത പല ചെടികളും മരങ്ങളും വീടുകളും ഒക്കെ ഞാൻ ആ ഓടി തുടങ്ങിയപ്പോഴാണ് കണ്ടു തുടങ്ങി. ശ്രദ്ധിക്കില്ല. പിന്നെ കോൺസ്റ്റന്റ്ലി ഞാൻ എന്റെ ബ്രെയിനിൽ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും റൺ ചെയ്യാൻ. സോ ഇറ്റ്സ് മോർ ലൈക്ക് എ മെഡിറ്റേഷൻ. നമ്മൾ നമ്മുടെ ഓൺ വേൾഡിലാണ്, ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അങ്ങനെ ആ ഫസ്റ്റ് 10 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു, ഐ കണ്ടിന്യൂ. സോ ഞാൻ ആ ഇൻട്രോയില് പറഞ്ഞ പോലെ ഐറ്റൻ റണ്ണേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു റണ്ണേഴ്സ് ക്ലബ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. സോ ഞാൻ നോക്കുമ്പോ എന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു ആന്റി ഉണ്ട് അവിടെ, ഒരു മാഡം ഉണ്ട്. അവര് റൺ ചെയ്യണു, അവര് എപ്പോഴും റൺ ചെയ്യാ റോഡില്. എന്നേക്കാൾ പ്രായമുള്ള കുറെ ലേഡീസ് ഉണ്ട്, അവര് റൺ ചെയ്യുന്ന കാണുമ്പോൾ കൊതിയാവും. ഇവർക്കൊക്കെ റൺ ചെയ്യാമെങ്കിൽ ചിലപ്പോൾ എനിക്കും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഞാൻ ആ ക്ലബിൽ പോയി ചേർന്നു. അപ്പോ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ക്ലബിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതില് ഇപ്പൊ ഞാനൊരു 3 years ആയിട്ട് അതിൽ മെമ്പറാണ്. അതില് ഫിറ്റ്നസ് അല്ലാതെ വേറെ ഒരു വർത്താനവും ഇല്ല. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഗിവിംഗ് എ ലോട്ട് ഓഫ് പോസിറ്റീവ് എനർജി. അവിടെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളോ അസുഖങ്ങള് വയ്യായികള് ഒന്നുമില്ല. ഇപ്പൊ ഒരാൾക്ക് ഒബ്വിയസ്ലി ഒരാൾക്ക് വയ്യാന്ന് കണ്ടുകഴിഞ്ഞാൽ ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ടോക്കും ഹെൽത്തിനെ കുറിച്ചും ഫിറ്റ്നസിനെ കുറിച്ചും ഹാപ്പിനെസിനെ കുറിച്ചുമാണ് ഓട്ടോമാറ്റിക്കലി, വേറെ ഒന്നും അതിൽ ചർച്ച ചെയ്യാറില്ല. അപ്പൊ രാവിലെ അങ്ങനെ ഒരു കോൺവെർസേഷനും റണ്ണും കഴിഞ്ഞ് വരുമ്പോ ആ ഡേ ഇസ് വെരി ഡിഫറെന്റ് ഫ്രം നോൺ റണ്ണിങ് ഡേയ്സ്. അപ്പൊ അത് ആ ഗ്രൂപ്പ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും അങ്ങനെയാണ് വരുന്നവര്. തിരിച്ചു പോകാത്തതിന്റെ ഒരു റീസൺ അതിലുള്ള ഒരു ഫിറ്റ്നസ് കൾച്ചർ ഭയങ്കര പ്രോമിനന്റ് ആണ്. അങ്ങനെ ഈ റണ്ണിങ് തുടങ്ങിയപ്പോ ക്രോസ് ട്രെയിനിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വേറൊരു സ്പോർട്ടും കൂടെ, എൻഡ്യൂറൻസ് സ്പോർട്ടും കൂടെ ക്രോസ് ട്രെയിൻ ചെയ്താൽ നല്ലതായിരിക്കും എല്ലാവരും പറയും. ചെറുപ്പം മുതലേ സൈക്കിൾ എനിക്കൊരു വീക്ക്നെസ് ആണ്. ഞാനൊരു കാരണം കാത്തിരിക്കുന്നു സൈക്കിൾ മേടിക്കാൻ. അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ മേടിച്ചു. അതിൽ ഞാനൊരു 5ാമത്തെ റൈഡിൽ തന്നെ ഞാൻ 100 കിലോമീറ്റേഴ്സ് ഓൺ 1 ഗോസ്റ്റ് ഹിറ്റ് ചെയ്തു. അപ്പൊ അത് ഭയങ്കര കോൺഫിഡൻസ് തന്നു.
അങ്ങനെ 200 കിലോമീറ്റർ ഇവന്റ്സ് ചെയ്തപ്പോ അത് ഭയങ്കര എനർജിയായി. അതും ഇതുപോലെയാണ്, നമ്മൾ എവിടേക്കൊക്കെയാ നമുക്ക് പോകാൻ പറ്റുക സൈക്കിളിൽ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് കോൺവെർസേഷൻസ്, കാറ്റ്, വെളിച്ചം, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന്. രാവിലെ തന്നെ ആ സൂര്യപ്രകാശം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റെലവെന്റ് ആണ്. അങ്ങനെ സൈക്ലിങ്ങും റണ്ണിങ്ങും പഠിച്ചപ്പോ ഈ എൻഡ്യൂറൻസ് സ്പോർട്ടിന്റെ 3 കാര്യം എന്ന് പറഞ്ഞാൽ, 3 നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എൻഡ്യൂറൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് റണ്ണ്, ഒന്ന് സൈക്ലിംഗ്, ഒന്ന് സ്വിം. 3ഉം നമ്മുടെ ഹാർട്ടും ലങ്സും ആണ് അതിൽ ഏറ്റവും നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രെങ്തൻ ചെയ്യുന്ന സാധനം. എനിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ വെള്ളം പേടിയാണ്. കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ ബക്കറ്റും മഗ്ഗും എടുത്താണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അമ്മയുടെ നാട് പാലക്കാടാണ്, ഇഷ്ടം പോലെ കുളങ്ങളാണ്. പക്ഷെ എന്റെ കസിൻസ് ഒക്കെ നീന്തുമ്പോൾ ഞാൻ മഗ്ഗിൽ വെള്ളം കോരിയെടുത്ത്, അപ്പോഴും തലയിൽ ഒഴിക്കില്ല, തലയിൽ വെള്ളം വീണാൽ ഞാൻ പാനിക് ചെയ്യും. വീട്ടിൽ ഷവർ ഉണ്ടെങ്കിലും ഞാൻ ഷവറിൽ കുളിക്കില്ല, തന്നെത്താനെ കപ്പിലെടുത്ത് കുളിക്കുള്ളൂ. അത് എന്താ പറയുക, കുഞ്ഞിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ് ടു 30-35 ഐ വാസ് സ്കെയർഡ് ഓഫ് വാട്ടർ. എന്റെ മുഖത്ത് വെള്ളം വീണാൽ ഞാൻ പാനിക് ചെയ്യും. അങ്ങനെ ഞാൻ എന്റെ മക്കളുടെ കൂടെ സ്വിമ്മിംഗ് പൂളിൽ മെല്ലെ ഇറങ്ങി. ആദ്യത്തെ 2 ആഴ്ചയൊക്കെ പേടിച്ചൊക്കെ നിന്നു, പക്ഷെ മെല്ലെ മെല്ലെ ഇറങ്ങി. അങ്ങനെ ഒരു 10 മീറ്റർ പോലും എനിക്ക് നീന്താൻ പറ്റില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുമായിരുന്നു. ആ 10 മീറ്ററിൽ നിന്ന് 100 മീറ്ററിൽ നിന്ന് ഇപ്പം ഞാൻ നോൺ സ്റ്റോപ്പ് ഒരു 2 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ഐ സ്വിം. ഓൾമോസ്റ്റ് 3 days a week ഞാൻ അത്രയും സ്വിം ചെയ്യും. പിന്നെ ഉള്ള അടുത്ത ചാലഞ്ച് ഓപ്പൺ വാട്ടർ സ്വിമ്മിങ് ആയിരുന്നു. എനിക്ക് കടലിൽ പോകുമ്പോൾ തന്നെ പേടിയാണ്, പുഴയിൽ ഇറങ്ങാൻ പേടിയാണ്. അങ്ങനെ ഒരു 2 weeks ബാക്ക് ഞാൻ ഒരു 2 കിലോമീറ്റർ ഓഷ്യനിലും സ്വിം ചെയ്തു. അപ്പൊ അത് ഞാൻ എപ്പോഴും പറയും, ഫ്രം ഷവർ ടു ഓഷ്യൻ ആണ് ശരിക്കും പറഞ്ഞത്. എന്റെ വീട്ടിൽ ആർക്കും ഒരു വിശ്വാസം ഇല്ലായിരുന്നു. ഞാൻ പടം അയച്ചു കൊടുത്തു, ഞാൻ ആക്ച്വലി സ്വിം ചെയ്തു ഓഷ്യനിൽ എന്ന് പറഞ്ഞിട്ട്. ഇതിലെല്ലാത്തിലും ഈ സ്മോൾ എനിക്കറിയില്ല, ഇതിൽ കുറെ പേര് എല്ലാവരും റീഡേഴ്സ് ആണെങ്കിൽ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതിൽ ഇതെല്ലാം ഞാനത് വായിക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ ഞാൻ അത് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതൊക്കെയാണ് ഞാനും ചെയ്തത്. നമ്മൾ ആദ്യം റിസൾട്ട്സ് ഒന്നും കാണില്ല. ഞാൻ 100 meters ഓടിയപ്പോഴോ 5 kilometer ഓടിയപ്പോഴോ ഒന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ ആ ഒരു ഗ്രോത്ത്, അത് ഞാൻ പറയണത് എന്റെ കിലോമീറ്റർ കൂടിയതിന്റെ ഗ്രോത്ത് അല്ല, പക്ഷെ ആ ഒരു ഇമ്പാക്ട് നമ്മൾ ഉണ്ടാക്കണം. എന്റെ ഓഫീസിലെ പെർഫോമൻസിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് ടീം ലീഡർ ആവേണ്ടി വന്നു. എന്റെ കീഴിൽ കുറെ പേര് വന്നു. അവരെ മാനേജ് ചെയ്യുന്ന എന്തൂസിയാസം, അല്ലെങ്കിൽ ആ ടീമിനെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ലീഡർഷിപ്പിൽ ചേഞ്ചില് തന്നെത്താനെ വ്യത്യാസം വന്നു. വീട്ടിൽ ഞാൻ കുട്ടികളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യണല്ലേ, എന്ത് കോംപ്ലിക്കേഷൻ ലൈഫിൽ ഉണ്ടായാലും ഞാൻ വളരെ എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു ഞാൻ. എന്റെ കോളേജിൽ പഠിച്ചവർക്കൊക്കെ കുറേശ്ശൊക്കെ അറിയണ്ട, എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പർനെസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെത്താനെ മാറി തുടങ്ങി, കംപ്ലീറ്റ്ലി ഗ്രൗണ്ടഡ് ആയി. ബിക്കോസ് കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ആ കൺസിസ്റ്റൻസി കൊണ്ടും ഡിസിപ്ലിൻ കൊണ്ടും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, കൺസിസ്റ്റൻസി. ഓടാൻ വയ്യെങ്കിലും നടക്കാൻ വയ്യെങ്കിലും ഡെയിലി രാവിലെ ആ കറക്റ്റ് ടൈമിൽ ഡു സംതിങ്. അത് വെരി വെരി ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് അതാണ്. രാവിലെ ഇപ്പോഴും ഞാൻ എല്ലാ ദിവസവും 4:30 എണീക്കും. എണീക്കുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും, എന്തിനാ എല്ലാവരും കിടന്നുറങ്ങിയിരിക്കും, എനിക്ക് കിടന്നുറങ്ങിക്കൂടെ എന്ന് എന്റെ ബ്രെയിനിൽ ചോദിക്കും. പക്ഷെ ഇല്ല, എങ്ങനെയെങ്കിലും പുഷ് ചെയ്ത് ഐ റീച്ച് ദ പ്ലേസ് വെർ വി സ്റ്റാർട്ട് ദ റൺ ഓർ സൈക്ലിംഗ്. അവിടെ എത്തിക്കഴിയുമ്പോൾ എവറിത്തിങ് ചേഞ്ചസ്. സോ ആ കൺസിസ്റ്റൻസി ആണ് കീ. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും മേക്ക് ഷുവർ ദാറ്റ് യു ആർ ദെയർ. മേക്ക് ഷുവർ ദാറ്റ് അത് ഓടണം എന്നില്ല, നടക്കണം എന്നില്ല, കയ്യോ കാലോ അനങ്ങിയാൽ മതി. ഞാനുള്ള റണ്ണിങ്ങിൽ പറഞ്ഞത്, ഒരു കാല് മറ്റേ കാലിന് മുമ്പിലേക്ക് പോകുന്നിടത്തോളം യു ആർ റണ്ണിങ്. യുവർ സ്പീഡ് ഡസൻ മാറ്റർ, ദർ ഇസ് നോ നീഡ് ടു കമ്പയർ വിത്ത് അതേഴ്സ്. ഇതിന്റെ ചെറിയ ചെറിയ മൊമെന്റ്സ് ആണ്, വലിയ അച്ചീവ്മെന്റ്സ് ആണ് എന്നെ സംബന്ധിച്ച്. ഓഗസ്റ്റിൽ ഞാൻ ബാംഗ്ലൂരിൽ ഒരു ട്രയത്ലോൺ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ഇവന്റ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ലേക്കിൽ ഓപ്പൺ വാട്ടറിൽ 1.5 kilometer സ്വിം ചെയ്യുക. അപ്പൊ തന്നെ സൈക്കിൾ എടുത്തിട്ട് 60 kilometers സൈക്കിൾ ചെയ്യുക. ആ സൈക്കിൾ അവിടെ വെച്ചിട്ട് ഉടനെ തന്നെ 15 kilometers റൺ ചെയ്യുക. അതൊരു മിനി ട്രയത്ലോൺ ആണ്. ആ ട്രയത്ലോൺ ഞാൻ ഫിനിഷ് ചെയ്തു. എന്റെ വിമൻ കാറ്റഗറിയിൽ എനിക്ക് ആ സമയത്ത് അതിന്റെ ഫസ്റ്റ് ഇവന്റ് ആണ്. ഞാൻ ലേക്കൊക്കെ കണ്ടപ്പോ ആകെ തകർന്നു. എന്നാലും രണ്ടും കൽപ്പിച്ച് അത് മുന്നോട്ടേക്ക് പോയി. സെക്കൻഡ് പിക്ചർ ഞാൻ ലഡാക്ക് മാരത്തോൺ ചെയ്തതാണ്. അതും അനദർ ബിഗ് അച്ചീവ്മെന്റ് ആണ്. എന്റെ റിലേറ്റീവ്സ് എല്ലാവരും ലഡാക്കിൽ പോയപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് റൂമിന്റെ ഉള്ളിൽ നിന്ന് ഓക്സിജൻ ഇല്ലാതെ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നീ ഇങ്ങനെ 21 kilometer ഓടിയെന്നാണ്. ആ 21 kilometer മൂവ് ചെയ്യുന്നില്ല കേട്ടോ മാം, മൂവ് ചെയ്യുന്നില്ല. ഓ ഐ എം സോറി, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ ആണോ
ഇപ്പോഴും പിക്ചേഴ്സ് ഇപ്പൊ മൊമെന്റ്സ് പിക്ചർ അതെ കറക്റ്റ്. എനിക്ക് തോന്നുന്നു എന്റെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. താങ്ക് യു. ഞാൻ അറിഞ്ഞില്ല ഈ ഗൂഗിൾ മീറ്റ് ആകുമ്പോൾ അറിയാൻ പറ്റില്ല മൂവി ഉണ്ടോ ഇല്ലയോ. അപ്പോ ഇത് സെക്കൻഡ് പിക്ചർ ഞാൻ ലഡാക്ക് റൺ ചെയ്തതാണ്. അതും വെറുതെ റൺ ചെയ്തതല്ല. ഇത് ലാസ്റ്റ് 20 കിലോമീറ്ററിൽ എനിക്ക് ഈ എനർജി ഈ സന്തോഷം ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാം, ഓക്സിജൻ സാച്ചുറേഷൻ ഭയങ്കര കുറവുള്ള സ്ഥലമാണ്, ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിൽ വേൾഡിൽ നടക്കുന്ന മാരത്തോണാണ്. തേർഡ് പിക്ചർ എന്റെ ടൂർ ഓഫ് നീൽഗിരീസ് എന്ന് പറയും. 8 ഡേയ്സ് കൊണ്ട് 800 കിലോമീറ്റേഴ്സ്. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ സ്കൂളിൽ നിന്ന് ടൂർ ഊട്ടിയിൽ പോയിട്ടുണ്ട്, പക്ഷെ സൈക്കിൾ ഓടിച്ച് ഞാൻ മൈസൂരും ഊട്ടിയും കൂർഗും പോകുന്നു ഞാൻ വിചാരിച്ചില്ല. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. നമ്മളെല്ലാവരും സ്കൂളിൽ നിന്ന് എല്ലാവരും പോയിട്ടുള്ള സ്ഥലമാണ് ഊട്ടിയും കൂർഗും മൈസൂരും ഒക്കെ. അപ്പൊ അവിടെയൊക്കെ ആ തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിൽ കൂടെ സൈക്കിൾ ഓടിച്ചത് ഒട്ടും ഈസി അല്ലായിരുന്നു. ഞാൻ കിതയ്ക്കുന്നത് ലോകം മുഴുവൻ കേൾക്കായിരുന്നു. കാരണം കുത്തനെ കയറ്റമാണ്, ചവിട്ടിയാലും തീരില്ല. എവറി ഡേ 100-150 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്യണം, റെസ്റ്റ് ഇല്ല. കിടക്കുമ്പോഴേക്കും രാവിലെ ആവും വീണ്ടും സൈക്കിൾ എടുത്ത് ഇറങ്ങണം. ചിലപ്പോൾ തണുപ്പോ ചിലപ്പോൾ ചൂട്. അപ്പൊ അതൊക്കെ ചാലഞ്ചസ് ആയിരുന്നു. കാലൊന്നും അനങ്ങില്ലായിരുന്നു. പക്ഷെ ആ ഒരു നേച്ചറിന്റെ ബ്യൂട്ടിയും പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ വിചാരിക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിന് എൻറോൾ ചെയ്ത സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അത് ചെയ്യില്ല, ഞാൻ പകുതി വെച്ച് പിറ്റ് ചെയ്ത് വരുന്നൊക്കെ. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ എത്ര പവർഫുൾ ആണ്, നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇത് ചെയ്തിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇത് കൊണ്ട് എനിക്ക് ഫിസിക്കൽ എൻഡ്യൂറൻസിനേക്കാൾ കൂടുതൽ ഞാൻ അതിന്റെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ റൈറ്റപ്പിൽ ഞാൻ ആ ടൂർ ഓഫ് നീൽഗിരീസ് കഴിഞ്ഞപ്പോൾ അവര് ചോദിച്ചു ഫീഡ്ബാക്ക്. അപ്പൊ എല്ലാവരും പറഞ്ഞു എന്റെ സ്പീഡ് ഇംപ്രൂവ് ചെയ്തു, എന്റെ പെഡലിംഗ് ഇംപ്രൂവ് ചെയ്തു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ റീഡിസ്കവർ ചെയ്തു ആ സമയത്ത്. ഇത്രയൊക്കെ കപ്പാസിറ്റി നമുക്ക് നമ്മുടെ ബോഡിക്ക് ഉണ്ടെന്നും നമുക്ക് ഇത്രയും ഗ്രിറ്റ് ഉണ്ടെന്നും നമുക്ക് ഇങ്ങനെ ഒരു ഇവന്റ് വന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. നമ്മൾ വിചാരിക്കും നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എല്ലാം പോസിബിൾ ആണ്. അതിൽ കൺസിസ്റ്റൻസിയാണ് അതിന്റെ ഏറ്റവും വലിയ. ഇപ്പൊ സ്ലൈഡ് മൂവ് ചെയ്തോ? അടുത്ത സ്ലൈഡിലേക്ക് ആയോ? യെസ് മാം, മൂവ് ചെയ്തു. സ്ലൈഡ് ഷോയിൽ ഇടുവോ മാം? സ്ലൈഡ് ഷോയിലാക്കി പാവും. അത് കുറച്ച്. അപ്പൊ ഇതില് ഞാൻ ഇത് വെറുതെ എനിക്ക് മാത്രം ഉണ്ടായ ഒരു കാര്യമല്ല, ഇത് എല്ലാവർക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കാര്യമാണ്. എനി മൂവ്മെന്റ്സ് വിൽ റിലീസ് എ ലോട്ട് ഓഫ് എൻഡോർഫിൻസ്. രാവിലെ നമ്മൾ നടന്ന് എവിടെയെങ്കിലും പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കാര്യം തന്നാൽ, ഇപ്പൊ ഈ അടുത്ത് എല്ലാവരും ഓണം സെലിബ്രേഷൻ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സമയമാണ് അല്ലെ. അതുവരെ ഡാൻസ് കളിക്കാത്തവരൊക്കെ തിരുവാതിര കളിക്കും, നമ്മൾ വടം വലിക്കും, നമ്മൾ ഊഞ്ഞാലാടും, പൂക്കളം ഇടും. അതൊക്കെ കഴിയുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, ഒരു നാച്ചുറലി നമ്മുടെ മൂഡ് എലിവേറ്റ് ചെയ്യും. നമ്മൾ ഭയങ്കര ഒരു ഫെസ്റ്റിവൽ മൂഡിലായിരിക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ മൂവ്മെന്റ് വന്നാൽ ഞാൻ പറയണത് എല്ലാ ദിവസവും ആ ഫെസ്റ്റിവൽ മൂഡാണ്. എന്റെ അടുത്ത് എന്റെ ഓഫീസിലെ ടീം മെമ്പേഴ്സ് ചോദിക്കും, മാഡം ഈ രാവിലെ തന്നെ ഇത്രയും ഹൈ ആയിട്ട് എവിടുന്നാ വരുന്നത്, 2 അടിച്ചിട്ടാണോ രാവിലെ ഓഫീസിൽ വരുന്നത് എന്നൊക്കെ കളിയാക്കി ചോദിക്കും. യു ആർ നാച്ചുറലി സോ ഹൈ. കാരണം രാവിലെ തന്നെ നമ്മൾ ഇത്രയും ആക്ടിവിറ്റീസും ഇത്രയും ഹൈ എൻഡോർഫിൻസും ഒക്കെ റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ ജോലിയിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു എൻതൂസിയാസം, ആ ഒരു ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും നമ്മുടെ വർക്കിലും ആക്ച്വലി റിഫ്ലക്ട് ചെയ്യും. ഞാൻ ഒരിക്കലും പ്ലാൻഡ് ആയിട്ട് തലേ ദിവസം ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാം എടുത്തു വെച്ച് അങ്ങനെ ഉള്ള ആളെ അല്ലായിരുന്നു. പക്ഷെ കംപ്ലീറ്റ്ലി ചേഞ്ച് ഇൻ ലാസ്റ്റ് 3 years. പിന്നെ കോർട്ടിസോൾ ലെവൽ നല്ലോണം റെഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് സ്ട്രെസ്സും ആൻസൈറ്റി അങ്ങനെ. എനിക്ക് അഥവാ ജോലിയിൽ ഒരു സ്ട്രെസ് വന്നാൽ തന്നെ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ അത് അതിന്റെ പാട്ടിന് പോകും. അത് എന്താന്ന് തന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആൻഡ് യു ഹാവ് ദി എബിലിറ്റി ടു സോൾവ് ഇറ്റ് ഇൻ എ ബെറ്റർ വേ. അപ്പൊ അതില് എവിഡൻസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും വായിച്ചു നോക്കിയാൽ അറിയാം, ആക്ച്വലി പ്രീ ഫ്രോണ്ടൽ ഏരിയയില് ഹിപ്പോ ക്യാമ്പസിലും ഒക്കെ ഒത്തിരി ഇമ്പാക്ട് ഉണ്ട് നമ്മൾ എക്സസൈസ്, എനി കൈൻഡ് ഓഫ് എക്സസൈസ്, എനി കൈൻഡ് ഓഫ് മൂവ്മെന്റ് ചെയ്യുന്നതിൽ. പിന്നെ ഒബ്വിയസ്ലി ഇതെല്ലാം കഴിയുമ്പോൾ എന്റെ മകൻ പറയും 9 മണിയായി അമ്മ കോമയിലാണ്. 9 മണി കഴിഞ്ഞാൽ ഒറ്റ ഉറക്കാണ്. എന്റെ അമ്മയൊക്കെ ചോദിക്കും, എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റണം? ഇവർ രാവിലെ ഇത്രയും നമ്മൾ എക്സസൈസ് ചെയ്യല്ലേ, രാത്രി ആകുമ്പോൾ ഉറക്കം ഇസ് വെരി വെരി ക്ലീൻ ആൻഡ് ഫോക്കസ് ഇസ് വെരി. പിന്നെ നമുക്ക് നമ്മളെ കുറിച്ച് നമ്മളെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യും. നമ്മൾ ഒന്നും അച്ചീവ് ചെയ്യണ്ട, മാരത്തോൺ ഒന്നും ഓടണ്ട, റെഗുലർ ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്താൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം യു ഫീൽ ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രയും കൺസിസ്റ്റൻസി ഉണ്ട്, ഇത്രയും റെസിലിയൻസ് ഉണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കും. അപ്പോ ഫിസിക്കൽ ബെനിഫിറ്റ്സ് മാത്രമല്ല, മെന്റൽ ബെനിഫിറ്റ്സ് ആണ് എനിക്ക് കൂടുതലും ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ എല്ലാ പെർഫോമൻസും എന്നെ പേഷ്യൻസ് പഠിപ്പിച്ചു, എൻഡ്യൂറൻസും പഠിപ്പിച്ചു. ഇത് രണ്ടും കൂടി ആയിക്കഴിഞ്ഞപ്പം നമ്മുടെ മൈൻഡ് becomes very strong.
ഞാൻ ഓരോ സ്ലൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നോക്കുകയാണെ. ഞാനതുകൊണ്ട് സോ ഇത് നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും ഇപ്പോഴേ പറഞ്ഞു കൊടുക്കും, അവരെ കൂടെ കൂട്ടുകയും കൂടെ ചെയ്യണം. അപ്പൊ എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി ടൈം കുട്ടികളുടെ കൂടെ കിട്ടുന്നില്ല എന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം ഇപ്പൊ 3 പേരും കൂടി ചെയ്യണേ. സ്വിമ്മിങ്ങിന് പോകുമ്പോഴും നമ്മൾ 3 പേരും കൂടെ ചെയ്യും. ഞാൻ എന്റെ സ്വിമ്മിങ് ചെയ്യും, അവരുടെ സ്വിമ്മിങ് ചെയ്യും. പക്ഷെ ദെൻ വി ഗെറ്റ് സം ക്വാളിറ്റി ടൈം ഇൻ ദ പൂൾ. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് പോവാതെ നീ സ്വിമ്മിങ്ങിന് പോകുമെന്ന് പറഞ്ഞാല് എന്റെ മോൻ പറയും എനിക്ക് വയ്യ, ബോറിംഗ് ആണ്. പക്ഷെ വെൻ യു ആർ ഓൾസോ ദെയർ, ദെൻ യുവർ കിഡ്സ് ആക്ച്വലി ഫോളോ യുവർ ഫുഡ് സ്റ്റെപ്സ്. അവർക്കും എന്തൊക്കെയോ ചെയ്യണം. അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും ഒരു എൻകറേജ്മെന്റ്. ഇത് ഞാനും എന്റെ മകളും കൂടെ ജനുവരിയിൽ ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തില് കളിച്ച കഥകളിയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവരുടെ കൂടെ സ്റ്റേജിൽ ഇങ്ങനെ ഒരു വേഷം കെട്ടാൻ പറ്റും എന്നുള്ളത്. ഇത് കണ്ടിട്ടേ ഉള്ളൂ കുട്ടിക്കാലത്ത് അമ്പലങ്ങളിൽ. കണ്ട് അഡ്മയർ ചെയ്തിട്ടുണ്ട് കുട്ടിയായിരിക്കുമ്പോ കഥകളി. പക്ഷെ ഈ പെർട്ടിക്കുലർ കോമ്പിനേഷൻ, ഇത് കൃഷ്ണനും കുചേലനും രുക്മിണിയാണ്, കുചേലവൃത്തം കഥകളിയാണ്. അപ്പൊ ഞാൻ കൃഷ്ണനായിട്ടും മകൻ കുചേലനായിട്ടും മകള് രുക്മിണിയായിട്ടുമാണ് ചെയ്തത്. അപ്പൊ അത് ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് കുട്ടികളുമായിട്ടുള്ള ക്വാളിറ്റി ടൈമും ഇപ്പോഴേ അവരുടെ ബോഡിയിൽ അത് വേണം, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതും. ഇതിനൊക്കെ ഒരു ബ്രെയിൻ കോർഡിനേഷനും വേണമല്ലോ കഥകളി ആകുമ്പോൾ, അല്ലെങ്കിൽ എന്ത് ഡാൻസ് ഫോം ആകുമ്പോഴും ബ്രെയിൻ കോർഡിനേഷൻ വേണം, മൂവ്മെന്റ് കോർഡിനേഷൻ വേണം. വലത്തേ കൈ എവിടേക്ക് പോകുമ്പോ ഇടത്തേ കണ്ണ് എങ്ങോട്ട് പോകണം എന്നുള്ളത് അത് ഭയങ്കര ബ്രെയിൻ എക്സസൈസ് ആണ്. അപ്പം കുട്ടികളെയും കൂടെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് എൻകറേജ്, നമ്മളെ കണ്ടിട്ടാണ് അവരും. നമ്മൾ വെറുതെ വീട്ടിലിരുന്നിട്ട് നീ പോയി എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും ചെയ്യാൻ പോകുന്നില്ല. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ട്രൈ ചെയ്യാം. പാട്ട് കേൾക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഇറ്റ്സ് ഓക്കെ, ഞാനൊരു ചെറിയ ക്ലിപ്പ് ഇട്ടതാണ്. ജസ്റ്റ് ഹൗ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി, ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ എൻകറേജിങ് ചിൽഡ്രനിലും ഇതിൽ മാത്രമല്ല, ഞാൻ എന്റെ അനിയത്തിക്ക് ഷി വാസ് ഗോയിങ് ത്രൂ എ ടഫ് ടൈം. അങ്ങനെ അവളെയും വലിച്ചിറക്കി ഗ്രൗണ്ടിലേക്ക് ഇറക്കി. ഐ മെയ്ഡ് ഹെർ, ഇതിന്റെ മോനാണ് ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ ടീഷർട്ട്. അപ്പൊ അവനെ കൊണ്ടൊരു 5 കിലോമീറ്റർ റൺ വാക്ക് ആണ്. പക്ഷെ he felt so happy after receiving the medal. പിന്നെ he started another advantage is that അമ്മ എങ്ങടാ ഈ രാവിലെ പോണേ, അമ്മയ്ക്ക് എന്തിനാ എല്ലാ ദിവസവും ഓടണേ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ അന്നത്തോടെ ആൻസർ കിട്ടി. ഇറ്റ് ഇസ് സോ മച്ച് ഫൺ എന്നാണ് പറഞ്ഞത് കഴിഞ്ഞപ്പോ. നൗ ഐ നോ വൈ യു ആർ റണ്ണിങ്. അപ്പോ അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് തിങ്, അവരെ നമ്മുടെ ഒരു ഡിസിപ്ലിൻ, ഇപ്പം കുട്ടികൾ ഒരു ഡിസിപ്ലിൻ പഠിച്ചെന്ന് വെച്ചാൽ രാവിലെ എണീറ്റാൽ അമ്മ എന്തായാലും അവിടെ ഉണ്ടാവില്ല, അമ്മ റൺ ചെയ്യാൻ പോയിട്ടുണ്ടാവും. സോ ഞാൻ പലപ്പോഴും എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പറയാൻ കേട്ടിട്ടുണ്ട്, കുട്ടികളെ ഞാൻ വിളിച്ചെണീപ്പിക്കണം, എത്ര വിളിച്ചാലും എണീക്കില്ല. എന്റെ കുട്ടികൾ 3 years ആയിട്ട് രാവിലെ തന്നെയാണ് എണീക്കുന്നത്. രാവിലെ അവര് തന്നെ അലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, അവര് തന്നെ എണീക്കും, അവരുടെ ഷീറ്റ്സ് എല്ലാം മടക്കി വെക്കും. ഞാൻ തിരിച്ച് റൺ കഴിഞ്ഞ് വരുമ്പോ എല്ലാം ഞാൻ എടുത്തു വെക്കും, യൂണിഫോം എടുത്തു വെക്കും, കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കും. അപ്പോൾ റൺ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടാവും. സോ അതുവരെ അവരെല്ലാം തന്നെയാണ് ചെയ്യുന്നത്, ഓരോറ്റ ആൾക്കാരുടെ സപ്പോർട്ടില്ല. അപ്പോ അത് കുട്ടികളിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും. അപ്പൊ എല്ലാവരും ചോദിക്കും എങ്ങനെ ഇവർ തന്നെ എല്ലാം കാര്യങ്ങളും ചെയ്യണം. മേ ബി ദേ ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അവരും ആ ഒരു ഇതിലേക്ക് ഡിസിപ്ലിനിലേക്ക് വന്നിട്ടുണ്ട്. ഇതില് പിന്നെ വേറൊരു ചാലഞ്ച് എനിക്കറിയില്ല. ഇപ്പൊ ഇതില് ചാലഞ്ച് അല്ല, ഇപ്പൊ ഇതില് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഫീമെയിൽസ് ഉണ്ടാവും. അറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു 35 ഇസ് ദ ന്യൂ പെരിമെനോപോസ് ഏജ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒത്തിരി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, വെയിറ്റ് ഗെയിൻ. ഈ 35+ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്നും കഴിക്കണ്ട, വെറുതെ വെള്ളം മാത്രം കുടിച്ചിരുന്നാലും പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യും. കൈയിന്റെ ഇവിടെയൊക്കെ മസിൽ എല്ലാം, സ്കിൻ എല്ലാം തൂങ്ങാൻ തുടങ്ങും. അബ്ഡോമിന് ചുറ്റുമാണ് കൂടുതലും വെയിറ്റ് ഗെയിൻ വരിക പെരിമെനോപോസൽ ഏജില്. രാത്രിയിൽ സ്വെറ്റിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമുക്ക് ഓസ്റ്റിയോപോറോസിന് ഭയങ്കര സാധ്യത കൂടുതലാണ് വിമൻ, റൈറ്റ്? അപ്പോ ഓസ്റ്റിയോപോറോസിസ് നമുക്ക് എങ്ങനെയാ അതിനെ ഡിലേ ചെയ്യാൻ പറ്റുക? ബോൺ സ്ട്രെങ്തൻ ചെയ്യുക. ബോൺ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കുറച്ച് വെയിറ്റ് ട്രെയിനിങ്, വളരെ മിനിമൽ. ഞാൻ പറഞ്ഞ ജിമ്മിൽ പോയിട്ട് 100 കിലോ എടുത്ത് പൊക്കണം എന്നല്ല, പക്ഷെ മിനിമൽ വെയിറ്റ് ട്രെയിനിങ്
ഫീമെയിൽസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ എന്താ പറ്റുക, നമ്മുടെ ബോണിന് അതിന് പിടിച്ചു നിൽക്കണം. അപ്പൊ അത് കൂടുതൽ കൂടുതൽ സ്ട്രെങ്തൻ ആവും. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് നമുക്ക് കുറെ ഡിലേ ചെയ്യാൻ പറ്റും. പ്ലസ് പെരിമെനോപോസൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനും എക്സസൈസ്, എനി ഫോം ഓഫ് എക്സസൈസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതില് ഇപ്പൊ ഇതൊക്കെ പറയും, അപ്പൊ പെരിമെനോപോസിന്റെ കോംപ്ലിക്കേഷൻ പറയും. അപ്പോ നമ്മളെ സ്ത്രീകൾക്ക് അറിയാം, രാവിലെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. സോ we can find a lot of excuse for not doing things, പക്ഷെ we can find a lot of excuse for doing things also. രാവിലെ ഇപ്പൊ എണീക്കുന്നതിനെക്കാട്ടിലും 1 മണിക്കൂർ മുമ്പ് എണീക്കണം. അതാണ് ചെറിയൊരു ചേഞ്ച് നമുക്ക് വരുത്താനുള്ളത്. സോ എവറിഥിങ് ഇസ് പോസിബിൾ. ഇതില് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 minutes ഓഫ് മൂവ്മെന്റ് എങ്കിലും ഡെയിലി നമ്മൾ ചെയ്താൽ അവർ പറയണത് 50% റിഡക്ഷൻ ഇൻ ഡിപ്രസീവ് സിംറ്റംസ് എന്നാണ്. നമുക്ക് ഇതുവരെ ഡിപ്രഷൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, പക്ഷെ മെനോപോസ് ഓർ പോസ്റ്റ് മെനോപോസൽ ഏജിൽ ഇറ്റ്സ് ഹൈലി പോസിബിൾ ടു ഹാവ് ഡിപ്രസീവ് സിംറ്റംസ്. മാത്രമല്ല നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ബ്രെയിൻ നമ്മൾ എങ്ങനെയാ ഓരോ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യണത്. നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഇഷ്ടപ്പെട്ടവർ മരിച്ചു പോവുക, നമ്മൾ എല്ലാ കാലവും അത് വിചാരിച്ചിട്ട് അറിയില്ല അല്ലെ, നമ്മൾ അതിന് അഡാപ്റ്റ് ചെയ്യും. അതാ ബ്രെയിനിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു നേച്ചർ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മൂവ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ അത് കാരണം നമ്മുടെ ബ്രെയിൻ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യും. ഒത്തിരി ഇമോഷണൽ റെഗുലേഷൻസും, നമ്മൾ ഒരുപാട് ഇമോഷണൽ ആയിരിക്കില്ല, ഭയങ്കര കരച്ചിലും ദേഷ്യവും ഒക്കെ ഓട്ടോമാറ്റിക്കലി താഴേക്ക് വരും. അതെനിക്ക് അനുഭവത്തിലുള്ളതാണ്. പിന്നെ ഭയങ്കര സെൻസ് ഓഫ് കൺട്രോളും സെൽഫ് എസ്റ്റീമും ആയിരിക്കും. നമുക്ക് നമ്മുടെ ബോഡീനെ കുറിച്ച് ഭയങ്കര നല്ല ധാരണയായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മോന്റെ അടുത്ത് അല്ലെങ്കിൽ ഞാൻ അടിയൊന്നും കൊടുക്കാറില്ല. അപ്പൊ ഞാനിപ്പോ എന്റെ ഭീഷണി, ഞാൻ അടിച്ചാലുണ്ടല്ലോ, ഞാൻ ജിമ്മിലൊക്കെ പോണതാണ്, എനിക്ക് നല്ല വേദനിക്കും. അത് ഇത്തിരി പേടിയുണ്ട്, അമ്മയുടെ ബോഡി കുറച്ച് സ്ട്രോങ് ആണ് എന്നുള്ളത്. ഇതില് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ചാലഞ്ചസ്, എനിക്കുണ്ടായ ചാലഞ്ച് ഒരു കമ്പാരിസൺ. അയ്യോ അവരൊക്കെ എത്ര നല്ല ഓട്ടക്കാരാ, അവര് ഭയങ്കര ഇതാണ്, എനിക്ക് അത്രയൊന്നും പറ്റില്ല. ഒരാവശ്യമില്ല, നമ്മൾ നമ്മളെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ 10 സ്റ്റെപ്പ് നടന്നെങ്കിൽ ഇന്ന് ഞാൻ 15 സ്റ്റെപ്പ് നടന്നു, അത്രയേ ഉള്ളൂ. ഞാൻ എന്നെയാണ് എല്ലാ ദിവസവും കമ്പയർ ചെയ്യുന്നത്. ഐ എം നോട്ട് കമ്പയറിങ് എനി വൺ എൽസ്. നമ്മൾ ആരെയും പോലെയല്ല, നമ്മൾ നമ്മളെ പോലെ തന്നെയാണ്. ബാലൻസിങ് വർക്ക്, ഫാമിലി, ഇതെല്ലാം എല്ലാവർക്കും ചാലഞ്ചസ് ആണ്. സോ ഇതിലെല്ലാം ഈ ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ ഒരു ടയർഡ്നെസ്സും ഇല്ലാതെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ഡു സംതിങ്, യു ഫൈൻഡ് ജോയ് ഇൻ ഡൂയിങ് ദാറ്റ്. നമുക്കത് ഒരിക്കലും ഒരു സ്ട്രെസ് ആവില്ല. വർക്ക് ആണെങ്കിലും ഫാമിലിയിലെ കാര്യമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും. ഇത് വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ഐ ആം സോ പാക്ഡ്. ഇതെല്ലാം വീക്കെൻഡ്സിലും ഈവനിങ്സിലും ഒക്കെ പാക്ഡ് ആണ്. പിന്നെ എങ്ങനെ ക്ഷീണം, എനിക്ക് പറ്റുമോ, ഭയങ്കര ക്ഷീണം, അത് ഇതൊക്കെയാണ് തുടക്കത്തിൽ ഉണ്ടാവുക എല്ലാവർക്കും. പക്ഷെ ഇത് കോമൺ ആണ്, നമുക്ക് മാത്രമല്ല ഉണ്ടാവുക. പിന്നെ ഇതൊക്കെയാണ് അടുത്ത ചാലഞ്ചസ്. ഐ എം ടു ഓൾഡ് ടു സ്റ്റാർട്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ റണ്ണിങ് ഗ്രൂപ്പിൽ 60 വയസ്സായിട്ടുള്ള ഒരു മാഡം ഉണ്ട്. മാഡം എല്ലാ വർഷവും 57 മുതൽ എല്ലാ വർഷവും മാഡത്തിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത്രയും കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടാ. സോ ലാസ്റ്റ് ഇയർ ഷീ ബിക്കേം 60 and she ran 60 kilometers, come and cut the cake. So every year she runs according to her age. അപ്പോ ഓൾഡ്, അത് വിത്ത് അവർക്ക് ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അപ്പൊ ഏജ് ഒരു പ്രശ്നമല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 39-ലാണ്. ഞാൻ കോളേജിലോ സ്കൂളിലോ സ്പോർട്സ് ഡേക്ക് ആ വഴിക്കേ പോയിട്ട്, ആർട്സ് ആണ് എന്റെ സ്ട്രെങ്ത്, നോട്ട് സ്പോർട്സ്. പക്ഷെ ഐ സ്റ്റാർട്ടഡ് അറ്റ് 39. പിന്നെ I don't have time. Small efforts. Start with 10 minutes of walk. നിങ്ങൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് മുമ്പ് ഇറങ്ങി ബാക്കി ഭാഗം നടക്കുക. സ്മോൾ എഫേർട്സ് മതി നമുക്ക് ചെയ്യാൻ. പിന്നെ എനിക്ക് ഫിറ്റ്നസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് കുട്ടിക്ക് അതൊക്കെ പറയാം, ഞാൻ അങ്ങനെ ഫിറ്റ് അല്ല, എനിക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളത്. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്താലാണ് യു ബിക്കം ഫിറ്റ്. അൺസ് യു സ്റ്റാർട്ട് ദെൻ യു ബിക്കം ഫിറ്റ്. പിന്നെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആത്ലീറ്റ്സിന് മാത്രമല്ല. ഞാനൊരു ആത്ലീറ്റ് അല്ലായിരുന്നു ഒരു 3 വർഷം മുമ്പ്, പക്ഷെ നൗ ഐ ക്യാൻ സേ ഐ ആം ആൻ അത്ലീറ്റ്. അത് എല്ലാവർക്കും ഉള്ളതാണ്. എനി വൺ ക്യാൻ ഡു ദ മൂവ്മെന്റ്, നോട്ട് ജസ്റ്റ് ദി അത്ലീറ്റ്സ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത്, എന്റെ അമ്മയുടെ അടുത്ത് നടക്കാൻ പോവാനും ഒക്കെ പറയുമ്പോ അമ്മ പറയും, സാരിയൊക്കെ കൊടുത്ത് നടക്കാൻ ഭയങ്കര പാടാണ്, നിങ്ങൾ ഈ ഷോർട്സും ഇതൊക്കെ ഇട്ട് നടക്കണോണ്ടാണ് നിങ്ങൾക്ക് എളുപ്പം, സാരിയൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് നടക്കാൻ ഭയങ്കര പാടാണെന്ന്. ഞാൻ ആ പിക്ചർ ഇടാൻ മറന്നു. ഞാൻ ആക്ച്വലി 3 ഹാഫ് മാരത്തോൺ ഞാൻ സാരി എടുത്തിട്ടാണ് ഓടിയത്. ഐ വാണ്ടഡ് ടു പ്രൂവ് ദാറ്റ് ഐ ക്യാൻ റൺ ഇൻ ദിസ് കോസ്റ്റ്യൂം, എനിവൺ ക്യാൻ റൺ ഇൻ ദിസ് കോസ്റ്റ്യൂം. ഇറ്റ് ഇസ് സോ കംഫർട്ടബിൾ. സോ വാട്ട് എവർ ഇസ് കംഫർട്ടബിൾ ഫോർ യു, അത് എടുത്തിട്ട് ഓടുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഡാൻസ് ചെയ്യുകയാണെങ്കിലും
വാട്ട് യു വെയർ എന്നുള്ളത് നമ്മുടെ മാത്രം കംഫർട്ടാണ്. സോ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് 4 ഹാഫ് മാരത്തോൺ ഓടാൻ പറ്റി സാരി ഉടുത്തിട്ട്, നമ്മൾ വീട്ടിലെടുക്കുന്ന സാരി ഉടുത്തിട്ട്. സോ നൗ യു ക്യാൻ വാക്ക് ഓൾസോ. ഇപ്പൊ ലാസ്റ്റ് 3-4 പോയിന്റ്സ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയത്, ഫോൺ കോൾ വരുമ്പോ നടക്കാൻ നോക്കുക. പിന്നെ ഞാൻ ഈ അടുത്തൊരു ഒരു പാനൽ ഡിസ്കഷനിൽ പോയപ്പോ അവിടുത്തെ എൻഡോക്രൈനോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്, സിറ്റിംഗ് ഈസ് എ ന്യൂ സ്മോക്കിംഗ് എന്നുള്ളതാണ്. സ്മോക്കിങ്ങിനോ അത്രയും ഡേഞ്ചറസ് ആണ് സിറ്റിംഗ്. നമ്മളെല്ലാവരും പലരും കുറെ സമയം ഇരുന്നിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നില്ല. സോ ഒരു അലാം, ഞാനിപ്പോ എന്താ വെച്ചാൽ എന്റെ ഫോണിൽ എന്റെ വാച്ചിൽ അലാം വെച്ചിട്ടുണ്ട്, ഒരു അരമണിക്കൂർ കൂടുമ്പോൾ എണീറ്റ് നിൽക്കും. അതുപോലെ എന്റെ ടീമിലെ ആൾക്കാർ എന്റെ മുറിയിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ലോങ് മീറ്റിംഗ്സ് ആണെങ്കിൽ ഞാൻ എല്ലാത്തിനെയും വാൾ സിറ്റപ്സോ പുഷപ്സോ ഒക്കെ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് അവർ അധികം നേരം ഇപ്പൊ സംസാരിക്കാൻ റൂമിൽ വരാറില്ല. കാരണം എല്ലാവർക്കും ബാക്ക് ഇഷ്യൂസ് ആണ്, പെയിന്, ജോയിന്റ് മൂവ്മെന്റ് ഇഷ്യൂസ്. എനി റിതമിക് മൂവ്മെന്റ്, ആര് എന്ത് നമ്മൾ ഗ്രേസ് ഇല്ല, അതൊന്നും ഒരു വിഷയമേ അല്ല. ജസ്റ്റ് മൂവ് എന്നുള്ളതാണ് അതിലെ ഇമ്പോർട്ടന്റ്. പറ്റുകയാണെങ്കിൽ സ്റ്റെപ്സ് കയറുക ലിഫ്റ്റ് എടുക്കുന്നതിന് പകരം ഡെയിലി കുറച്ച് സമയം ഔട്ട്ഡോർസ് സ്പെൻഡ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്റെ മക്കളെയും പുഷ് ചെയ്യുന്ന കാര്യം അതാണ്. ഈ റൂമിന്റെ ഉള്ളിൽ ഇരിക്കാതെ ഗോ ഔട്ട്ഡോർസ്. അന്നത്തെ ദിവസം അവരുടെ മൂഡ് ഭയങ്കര വ്യത്യാസമാണ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ. ഇതില് നമ്മൾ എത്ര ചെയ്തു, ഇന്റൻസിറ്റി ചെയ്തു, ഞാൻ 200 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചു എന്നുള്ളതല്ല, കൺസിസ്റ്റൻസിയാണ് അടുത്തേക്ക്. അത് 2 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കുകയാണെങ്കിലും അത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അത് ഗ്രാജുവലി ബിൽഡപ്പ് ചെയ്തിട്ട് യു വിൽ റീച്ച് ദെയർ വിതൗട്ട് മച്ച് എഫേർട്ട്. ഇതെന്റെ ലാസ്റ്റ് സ്ലൈഡ് ആണ്. ഇപ്പോഴത്തെ പുതിയ അടുത്ത അറ്റംപ്റ്റ് ആണ്. വെള്ളം പേടിയായതുകൊണ്ട് എന്നാൽ കടലിന്റെ അടിയിൽ പോവാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഇയർ പോയിട്ട് സ്കൂബ ഡൈവിംഗ് സർട്ടിഫിക്കേഷൻ, അഡ്വാൻസ് ലെവൽ സർട്ടിഫിക്കേഷൻ, സോ ദാറ്റ് ഐ ക്യാൻ ഡൈവ് അലോൺ, അത് ഞാൻ ചെയ്തു. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 7 days ലോങ് ഡൈവ് പ്രോഗ്രാം ഇന്തോനേഷ്യയിൽ പോയി. അപ്പൊ ഞാൻ ആ മിഡിൽ ഓഫ് ദി ഓഷ്യനിൽ നിൽക്കുന്ന പടം കണ്ടപ്പോ എന്റെ കസിൻസിനൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. കുളം പേടിയായിട്ടുള്ള ആള് മിഡിൽ ഓഫ് ദി ഓഷ്യനിലും അണ്ടർ ദി ഓഷ്യൻ 20 to 30 meters ഡീപ്പിൽ പോയത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി കോൺകറിങ് യുവർ ഫിയേഴ്സ്. അപ്പൊ നമുക്ക് ഒത്തിരി കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഇസ് വെരി വെരി ഹൈ വെൻ ഐ ഡു ഓൾ ദിസ്. സോ ദിസ് ഇസ് മൈ ന്യൂ വേൾഡ്. സോ അത് പറഞ്ഞിട്ട് ഞാൻ ഐ എം ജസ്റ്റ് സ്റ്റോപ്പിംഗ് മൈ പ്രസന്റേഷൻ. ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയാനല്ല ഉദ്ദേശിച്ചത്. ഇതൊക്കെ പോസിബിൾ ആണ്. ഇത് പോസിബിൾ ആണോന്ന് ഒരു 4 കൊല്ലം മുമ്പ് ചോദിച്ചാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും, എന്നെ അറിയുന്നവരെല്ലാവർക്കും അറിയാം, ഞാൻ സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. എന്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ സ്പോർട്സിനും ബാഡ്മിന്റണിലും ഓടാനും ഒക്കെ പോകുമ്പോൾ ഞാൻ ഇവർക്കൊക്കെ വട്ടായി വെയിലത്ത് കിടന്ന് ഓടുന്നതന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ എന്റെ അമ്മ പറയണത്, നീ 2-3 ഷെയ്ഡ് ഡിമ്മാണ്, എല്ലായിടത്തും ടാൻ ആണ്, ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വേറെ കളറും ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വേറെ കളറുമാണ്. സോ എനിവൺ ക്യാൻ ഡൂ എന്നുള്ളതാണ് ബേസിക്കലി. പിന്നെ റെഗുലർ ആയിട്ട് എന്തെങ്കിലും സംതിങ് റെഗുലർലി സ്മോൾ സ്റ്റെപ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ എം ഹാപ്പി ടു ടേക്ക് എനി ക്വസ്റ്റ്യൻസ്. Okay, that was a blast. Thank you. ഡെഫിനറ്റ്ലി പ്രചോദന കമ്മ്യൂണിറ്റിക്ക് ഈ മുഖം ഒരു പുതിയ മുഖമല്ല. നമ്മുടെ ഫസ്റ്റ് മെന്റൽ ഹെൽത്ത് വെബിനാർ സീരീസിൽ പാലിയേറ്റീവ് കെയർ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന വിഷയം, അതില് ചേച്ചി പറഞ്ഞ ഒരു പോയിന്റ് വീണ്ടും വീണ്ടും പ്രചോദനയുടെ വർക്ക്ഷോപ്പിൽ വരുമ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു മരുന്ന് എഴുതുമ്പോൾ നമ്മൾ ആലോചിക്കണം, കാരണം അത് രോഗി, അത് കറക്റ്റ് ഡയഗ്നോസിസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എഴുതാവൂ. എങ്കിൽ മാത്രമേ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മണി എടുത്തുകൊണ്ടാണ് അവർ ആ ഡയഗ്നോസിസ് ചെയ്യണേ. അത്രയും ശ്രദ്ധയോടെ വേണം നമ്മൾ ഒരു ഡയഗ്നോസിസ് എഴുതാൻ എന്ന് ചേച്ചി അതിൽ പറഞ്ഞ ഒരു വാക്ക്. കാരണം ചേച്ചിയുടെ മെന്റർ രാജഗോപാൽ സാറ് പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി പറഞ്ഞത്. അത് ഒരുപാട് തവണ ഞങ്ങളത് വീണ്ടും കേൾക്കാൻ ഇടയായി. അത് ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സെഷനിൽ ഒരുപാടധികം പോയിന്റ്സ് ഞങ്ങൾക്ക് വീണ്ടും പ്രചോദന കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഇഫ് എനിത്തിങ് വി നീഡ് ടു മാസ്റ്റർ 3 Cകളാണ്: കോച്ചിങ്, കമ്മ്യൂണിറ്റി, കൺസിസ്റ്റൻസി. സോ ഞങ്ങൾ റീഡിങ് ഇപ്പൊ ഒരു 55ാമത്തെ മാസത്തിൽ എത്തി നിൽക്കുന്ന പോലെ അടുത്തൊരു സ്റ്റെപ്പ് പ്രചോദനം മുന്നോട്ട് വെക്കുന്നത് ദിശ, ഡയറക്ഷൻസ് ടു മൂവ് മോർ എന്നുള്ളതാണ്. അപ്പോ ആസ് എ കമ്മ്യൂണിറ്റി എങ്ങനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഫിറ്റ്നസ് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. സോ
ശ്രീദേവി ചേച്ചിക്ക് അറിയാം, എന്റെ അമ്മയും ഇതുപോലെ ഒരു മൂവ്മെന്റിന്റെ പ്രശ്നത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. സാരി ഉടുത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും, അതായത് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കോട്ടുണ്ട്, അതായത് മുന്നോട്ട് അല്ല പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ട് പായുന്നിതായലുകൾ. ചേച്ചി പറഞ്ഞ ഒരു പോയിന്റ് ദാറ്റ് സ്ട്രൈക്ക്, അതായത് നമ്മുടെ കാല് മടങ്ങി ഒന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വാക്കിംഗ്, മുന്നോട്ട് മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്. അപ്പോ വെസ്റ്റേൺസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യലി ഒരു വോട്ട് ഓഫ് താങ്ക്സ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വെസ്റ്റേൺ ഇന്ററാക്ഷനിലേക്ക് പോവാം. അതിനായിട്ട് ലിസ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. Thank you, Dr. Usha, for the opportunity. A big thanks to the speaker first, Dr. Sridevi. Actually, Dr. Sridevi പറഞ്ഞത് പല കാര്യങ്ങളും എനിക്ക് ഡോക്ടർ ശ്രീദേവിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് ഇന്നത്തെ ഫുൾ പ്രസന്റേഷൻ റൺ ചെയ്തത്. ദി ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് ഫോർ എ ഗുഡ് മെന്റൽ ഹെൽത്ത്. അപ്പൊ ആദ്യം തുടങ്ങിയത് തന്നെ ഡിസിപ്ലിനെ വെച്ചാ. നമ്മളെ ഡിസിപ്ലിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കണം 4:30 എണീറ്റ് ഓടണമെങ്കിലും, മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഓടണമെങ്കിലും നമ്മൾ ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നാലേ നടക്കുള്ളൂ. Dr. Sridevi, it is truly an inspirational talk. Very nice. Thank you so much for, I'm sure that many who have attended this talk got motivated and would start doing this the earliest. Thank you so much, Dr. Sridevi. And next, moving on to my duty, ഉഷായിനെയും ആലിസ് മാഡത്തിനെയും ഞാൻ എന്ത് പറയണമെന്ന് അറിയില്ല. ഇത് 8ാമത്തെ ദിവസമാണ്. ഇനി 2 ദിവസം കൂടെ ഉള്ളല്ലോ എന്ന് ഓർത്തുള്ള ഒരു വിഷമാണ് എനിക്കുള്ളത്. You have done a marvelous job, both of you. Thank you so much for bringing all these audience together in bringing out such a beautiful program, 10 days continuously without any disruption. And I thank the KCF and WDC for giving all the support in bringing out this program. Thank you, one and all. See you all again. Bye. താങ്ക് യു ലിസ മാം. അത് പറഞ്ഞപ്പോ ശരിക്കും ഒരു സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീദേവി ചേച്ചി എന്റെ കോളേജിൽ എന്റെ സീനിയറാ. അപ്പൊ ചേച്ചി ആണല്ലോ എന്ന് കരുതി ഞാൻ എന്റെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടു. നമ്മൾ ബൾക്കായിട്ട് ഒന്നിലും ഇപ്പൊ ഞങ്ങൾ അത് ഇടുന്നില്ല, കാരണം നമ്മൾ വെബിനാറിന് ഒരു ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ 1 to 10 days എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറയാ, ദൈവമേ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭ്രാന്താവുമോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഹൈലൈറ്റിൽ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. തുടക്കത്തിൽ പക്ഷെ ഞാൻ മറന്നുപോയി. പക്ഷെ മാഡം ഇപ്പോ, അതായത് പിള്ള സാറും കയറിയപ്പോ പറഞ്ഞു, ഓ ഇത് തീരാൻ പോവാണല്ലോ, ഇന്ന് 8ാമത്തെ ദിവസമാണെന്ന്. അപ്പൊ ആ കിട്ടിയ കോംപ്ലിമെന്റിന് നിങ്ങളിപ്പോ തന്ന കോംപ്ലിമെന്റ് എന്താ ഒരുപാടധികം, കാരണം ഈ വീഡിയോ അവരെന്തായാലും കാണാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഇങ്ങനെ ഒരു കോംപ്ലിമെന്റും കൂടി ഇതിന്റെ കൂടെ കിട്ടിയെന്ന് നമുക്ക് സന്തോഷത്തോടെ പറയാം. താങ്ക് യു. ഇനി ഡെഫിനറ്റ്ലി ഒരുപാട് പേര് മെസ്സേജ് ആയിട്ട് ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യണം, ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ സ്പേസ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. Yes. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ദ പ്രസന്റേഷൻ. ഇത്രയൊക്കെ ഹ്യൂമൻലി പോസിബിൾ ആണ് എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ കൗച്ചിൽ നിന്ന് ഈ ചോദ്യം ചോദിക്കാൻ ഞാനിപ്പോ കസേരയിലോട്ട് വന്നിരുന്നതേ ഉള്ളൂ. അത്ര മോശമാണ് നമ്മുടെ അവസ്ഥ. ഓക്കെ, അപ്പൊ മാഡത്തിന്റെ ടോക്കിൽ കുറെ അധികം ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഭയങ്കര വലിയൊരു സംഭവമായിട്ട് കരുതിക്കൊണ്ടിരുന്ന ഈ 10,000 സ്റ്റെപ്പ് ഒരു ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സെറ്റ് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് വെറും ഒരു വളരെ ബാലിശമായിട്ടുള്ള ചിന്താഗതിയാണെന്ന് എനിക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മാഡം ഈ റൺ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ എത്ര സ്റ്റെപ്സ് ഒക്കെയാണ് ക്ലോക്ക് ചെയ്യുന്നത്? ശരിക്കും അത് കാലറി ബേൺ ചെയ്യുന്നത് ഈ 10,000 സ്റ്റെപ്പ് വെക്കുന്നതിനേക്കാളും പല മടങ്ങ് കാലറീസ് ബേൺ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ചെറിയൊരു ധാരണ തരാമോ? ആക്ച്വലി 10,000 സ്റ്റെപ്സ് അത്ര മോശം കാര്യമില്ല. അത് ആക്ച്വലി ഫിറ്റ്നസ്സിൽ വളരെ ഗോൾഡൻ റൂൾ ആണ് 10,000 സ്റ്റെപ്സ് നടക്കുക എന്നുള്ളത്. അത് ഭയങ്കര നല്ലൊരു സംതിങ് ടു സ്റ്റാർട്ട് വിത്ത് ആൻഡ് ടു മെയിൻറ്റെയിൻ. കുറെ സ്റ്റഡീസ് ഉണ്ട് 10,000 സ്റ്റെപ്സിന്റെ പേരിൽ എങ്ങനെയാണ് അത് ഫിറ്റ്നസിനെ എൻഹാൻസ് ചെയ്യാവുന്നത്. അതുപോലെ ഞാൻ ഈ അടുത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, ഫാസ്റ്റർ റണ്ണേഴ്സിനേക്കാൾ കൂടുതൽ കാലറീസ് ബേൺ ചെയ്യുന്നത് സ്ലോവർ റണ്ണേഴ്സ് ആണ്. സോ സ്ലോ ആയിട്ട്, അപ്പൊ ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മളെല്ലാവരും കുറച്ച് സ്ലോ ആയിട്ട് റൺ ചെയ്ത്, അപ്പൊ അന്നത്തെ കാലറി ബേൺ ആക്ച്വലി മറ്റേതിനെക്കാട്ടിലും കൂടുതലാണ്
faster runners. Maybe we take more time to cover അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഉള്ളതാണ് അതിന്റെ റീസൺ. പിന്നെ ഒന്ന് ഹാർട്ട് റേറ്റിനനുസരിച്ചാണ് നമ്മൾ ആ സ്ലോ റൺ ചെയ്യുക. സോ കാലറി ബേണിംഗ് കൂടുതലായിരുന്നു. കാലറി ബേണിംഗ് അല്ലാതെ തന്നെ ഓട്ടത്തിന് നല്ലോണം ഉണ്ട്. സൈക്ലിങ്ങിനാണ് കൂടുതൽ, മേ ബി ബിക്കോസ് ഓഫ് ഏറ്റവും കുറവ് ആക്ച്വലി സ്വിമ്മിങ്ങിനാണ്. ഞാൻ വിചാരിച്ചിരുന്നത് സ്വിം ചെയ്യുമ്പോൾ കുറെ കാലറീസ് ബേൺ ചെയ്യുന്നുണ്ടാവുന്നു. അപ്പൊ ഞാൻ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കും കുറെ ആൾക്കാർക്ക് ഭയങ്കര തടിയും വയറൊക്കെ ഉണ്ട്. അപ്പൊ ഇവർ ഇത്രയും കാലം സ്വിം ചെയ്തിട്ട് എന്താണെന്തോ ഇതൊന്നും ശരിയാവാത്തതെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ഞാൻ ഇപ്പൊ എടുത്ത് 3 കൂടെ ചെയ്യുമ്പോൾ ഞാൻ എടുത്ത് 3ന്റെ ഞാൻ കാലറി നോക്കാറില്ലായിരുന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വെയിറ്റ് ലോസും ക്ഷീണമൊക്കെ വന്നപ്പോ എല്ലാരും പറഞ്ഞു മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ടാവില്ല. അപ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എത്ര ബേൺ ചെയ്യേണ്ടത് എത്ര കഴിക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്വിമ്മിങ്ങിനാണ് ഏറ്റവും കുറവ്. സൈക്ലിങ്ങും റണ്ണിങ്ങും ആക്ച്വലി നമ്മൾ ഒത്തിരി, അത് സ്ലോ റണ്ണിനാകുമ്പോൾ കൂടുതൽ കാലറി ബേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ 10,000 സ്റ്റെപ്സ് ആക്ച്വലി ഞാൻ എന്റെ മകന്റെ അടുത്ത് പറയണത് നീ വെറുതെ നടന്നാൽ പോരാ, എനിക്ക് സ്റ്റെപ്സ് വൈകുന്നേരം കാണിച്ചു തരണം 10,000 സ്റ്റെപ്സ് നടത്തണമെന്നുള്ളതെന്ന്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഇസ് വെരി ഹെൽത്തി ഓൾസോ. അറ്റ്ലീസ്റ്റ് ഇഫ് യു ക്യാൻ ഡു 3 to 4 days a week മിനിമം ടു സ്റ്റാർട്ട് വിത്ത്, അത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാലറി ഭയങ്കര 10,000-30,000 സ്റ്റെപ്പ് എന്തായാലും റണ്ണിങ്ങിൽ കവർ ചെയ്യുന്നുണ്ടാവും. താങ്ക് യു. രഞ്ജിനി ചേച്ചി ഉഷ രണ്ടു വാക്ക് പറയട്ടെ. പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇറ്റ് വാസ് അമേസിങ്. എന്ത് പറഞ്ഞാല് നമ്മള് മാഡത്തിന്റെ സ്റ്റോറി ഇല്ലേ, ആ സ്റ്റോറി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മൈ സ്റ്റോറി ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് പ്രാക്ടിക്കലാണ്. അത് കേട്ടുകൊണ്ടിരുന്നപ്പോ ഈ സ്ലൈഡൊക്കെ മൂവ് ചെയ്യാത്തൊന്നും നമ്മൾ ശ്രദ്ധിച്ചേ ഇല്ല. ബീനമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു, സ്ലൈഡ് ഈസ് നോട്ട് മൂവിങ് എന്ന്. അതാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞത്. കാരണം വെച്ചാൽ ഞാൻ അതിലേക്ക് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല, മാഡത്തിന് മാത്രമേ ശ്രദ്ധിച്ചോളൂ. ആ ജേർണി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അഗെയിൻ ഐ എം ടെല്ലിങ് അമേസിങ്. ആ ഡാൻസിൽ നിന്ന് റണ്ണിങ്ങിലേക്ക് വന്നു, അതുപോലെ റണ്ണിങ് ഇന്ന് സൈക്ലിങ്ങിലേക്ക്, എന്നിട്ട് സ്വിമ്മിങ്ങിലേക്ക്. ഈ ഒരു ജേർണി എന്ന് പറയുന്നത് അത് വളരെ ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, വളരെ ഡിഫിക്കൽട്ട് ആണ്. അതിന്റെ ഇടയിൽ കുറെ അസുഖത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതൊന്നും ഞങ്ങളുടെ മനസ്സിലില്ല. ഈ ജേർണി മാത്രമേ മനസ്സിലുള്ളൂ കേട്ടോ. അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ടച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും ശരിയാണ്, ഒരു ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ മൂഡ് തന്നെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പോയിന്റ് എഴുതുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ ഒരു ഔട്ട്കം ആണ് ഇതിനകത്ത് പറഞ്ഞതെന്ന്. അതുപോലെ സ്ട്രെസ് റിലീഫ്, നമ്മുടെ നല്ല ഉറക്കം കിട്ടുക എന്ന് പറയുന്നത്, പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പേഷ്യൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഈ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ കുറെ എക്സസൈസും കാര്യങ്ങളും ഇതുപോലെയൊക്കെ ചെയ്താല് അവർക്ക് പേഷ്യൻസ് ആവും. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പറയുന്നതല്ല കുട്ടികൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പറയും. വട്ട് എവർ വി ആർ ഡൂയിങ് അതാണ് അവർ ഒബ്സർവ് ചെയ്ത് ഫോളോ ചെയ്യുന്നത്. ആ ഫാമിലിനെ മൊത്തം കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഏറ്റവും അതിനകത്തുള്ള ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ ഓസ്റ്റിയോപൊറോസിസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ അതൊക്കെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അതിനകത്ത് അൽഷിമേഴ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതൊക്കെ ഡിലേ ചെയ്യിക്കാനും എനിക്ക് തോന്നുന്നു ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇടയ്ക്ക് പറയട്ടെ മാഡം, ഞങ്ങൾ പാലിയേറ്റീവ് കെയറിന്റെ കോഴ്സ് ചെയ്താണ് ഞാനും ഉഷയും കൂടി. അത് വളരെയധികം പ്രയോജനപ്പെട്ട ഒരു കോഴ്സ് തന്നെയായിരുന്നു അത്. അതൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ എനിക്ക് കിട്ടിയ ആ ലിങ്ക് ഞാൻ പലർക്കും അയച്ചു കൊടുത്തിട്ട് പിന്നെ പലരും അതിനകത്ത് കയറുകയുണ്ടായി. അവരെല്ലാം പറഞ്ഞ ഒരു കാര്യം ഇതൊരു വെരി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന്റെ കാര്യം പറഞ്ഞത് ഞാനും വിചാരിച്ചിരുന്നത് സ്വിമ്മിങ് ആണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് എന്നാണ്. കാരണം വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ആരാണ് പുള്ളിക്കാരൻ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയല്ലോ ക്ലിഫ് ഹൗസില്. അപ്പൊ അത് അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വിമ്മിങ് ആണ് ഏറ്റവും ഇഫക്റ്റീവ് എന്ന്. പക്ഷെ ഇപ്പൊ മാഡം പറയുന്നത് കരുണാകരൻ സാറ് പറഞ്ഞിരുന്നു അന്ന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്വിമ്മിങ് ആണെന്ന്. പക്ഷെ ഇപ്പൊ ഇതൊരു പുതിയ അറിവാണ്, സ്വിമ്മിങ് ആണ് ലീസ്റ്റ് ആയിട്ടുള്ള എന്നുള്ളത്. ഞാനൊരു ഫാനാണ് സ്വിമ്മിങ്ങിന്റെ, അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിം ചെയ്യാനായിട്ടും വെള്ളവും എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ തന്നെ ഓർക്കുകയാണ്, ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാഡം പറഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിലിരിക്കുകയാണ്. എപ്പോ ഫോൺ വന്നാലും ഞാൻ എഴുന്നേറ്റ് നടക്കും. അതെന്റെ ഒരു സ്വഭാവമാണ്. അത് എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയതാണല്ലോ. ഇപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം
മാഡം ചെയ്ത ലെവലിലോട്ട് നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞതെല്ലാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ എന്താ പറയാ ഈ ഇമോജികൾ പോയത് ഇന്നാണ്. ശ്രദ്ധിച്ചോ ഉഷ? ഏറ്റവും കൂടുതൽ ഇമോജികൾ, മാഡം പറയുന്ന ഓരോ സെന്റൻസിനും ഇമോജികൾ പോകുമായിരുന്നു. അപ്പൊ അല്ല, ഇത്രയും ഇഫക്റ്റീവായിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ തൊട്ട് ഇമോജീസ് ആയിരുന്നു. ഇമോജീസ് ആയിരുന്നു. അപ്പം അപ്പൊ അത് ആർക്കും ഒരു PPT എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെ പറ്റി ചിന്തിക്കാനേ പറ്റണ്ടായില്ല. മാഡത്തിന്റെ വാക്കുകൾ കേൾക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവർക്കും ഇഫക്റ്റീവായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ഒരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. മാമിന്റെ എല്ലാ പറഞ്ഞതെല്ലാം വളരെയധികം ശ്രദ്ധിച്ചു കേട്ടു. അപ്പോൾ ശരിക്കും എനിക്ക് പറയാനുള്ളത് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത് പേഴ്സണിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് മാം എന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് മിസ്സായ ഒരു കാര്യമുണ്ട് മാം. അതായത് മാം പറഞ്ഞത്, മാമിന്റെ എല്ലാം തുടങ്ങി വെച്ചത് നീ പ്രോബ്ലംസ് അല്ലേ? അപ്പൊ ആ നീ പ്രോബ്ലത്തിനെ കുറിച്ച് ഒരു ഡോക്ടർ പറഞ്ഞു. ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്തിട്ടാണല്ലോ ഒരു ഡോക്ടർ പറയുക, ഒരു അടി പോലും നടക്കരുതെന്ന് പറഞ്ഞു അല്ലെ? അതിനെ മാം അതിജീവിച്ചു. പക്ഷെ അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡോക്ടറൊന്നും പറഞ്ഞിട്ടല്ലായിരുന്നു എന്നാ മാം പറഞ്ഞത്. മാം ഒരു ഡോക്ടറാണ് അല്ലെ? ഇത് ഇങ്ങനെ സാധിച്ചു മാം. എനിക്കത് ചിന്താ രീതി മനസ്സിലായില്ല. അത് നമ്മള് പണ്ടത്തെ ആർത്രൈറ്റിസിന്റെ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കാലിന് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ അത് മൊബിലൈസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വെയിറ്റ് ബെയർ ചെയ്യാതിരിക്കുക. അപ്പൊ പറയും സ്വിമ്മിങ് മാത്രമേ ചെയ്യാവൂ കാരണം അതിന് വെയിറ്റ് ബെയറിംഗ് ഇല്ല, അല്ലെങ്കിൽ സൈക്ലിംഗ് മാത്രമേ ചെയ്യാവൂ കാരണം വെയിറ്റ് ബെയറിംഗ് ഇല്ല. അതായിരുന്നു ഒരു കാലത്തിലെ സ്റ്റഡീസ്. പിന്നെ ഒരു കാര്യം, ഞാൻ കൺസൾട്ട് ചെയ്തത് ഓർത്തോപീഡീഷ്യനെയാണ്. ഓർത്തോപീഡീഷ്യൻസിന്റെ വേ ഓഫ് തിങ്കിങ് ആൻഡ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ് എന്ന് പറയുന്നത് ആ ജോയിന്റിനെ കൂടുതൽ ഡാമേജ് ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു റീഹാബിലിറ്റേഷൻ ഡോക്ടറിനെ പോയി കണ്ടത്. റീഹാബിലിറ്റേഷൻ ആൾക്കാർ എക്സിസ്റ്റിംഗ് ഡാമേജ് വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇതിനെ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല, പക്ഷെ ഈ ഡാമേജ് പ്രോഗ്രഷൻ ലേറ്റ് ആക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. സോ അവരുടെ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. ഒന്ന് റീഹാബിലിറ്റേഷൻ ആണ്, ഒന്ന് ഓർത്തോപീഡീഷ്യൻ ആണ്. അപ്പൊ രണ്ടുപേരുടെയും വേ ഓഫ് തിങ്കിങ് ഞങ്ങൾ പാലിയേറ്റീവ് കെയർ പഠിപ്പിക്കുമ്പോഴും എപ്പോഴും പറയും, നമ്മളിപ്പോ നമ്മള് ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണുമ്പോൾ അവർ ആ വയറിന്റെ പ്രശ്നം മാത്രമേ നോക്കുള്ളൂ, ബാക്കി പ്രശ്നങ്ങൾ അതിനകത്ത് വരുന്നില്ല. ഒരു കോംപ്രിഹെൻസീവ് കെയർ അതിനകത്ത് വരുന്നില്ല. ഇത് ഞാൻ മണിപ്പാലിൽ 1 year വർക്ക് ചെയ്തപ്പോ അവിടുത്തെ ഓർത്തോക്കാരന്റെ അടുത്ത് കാണിച്ചപ്പോഴും പറഞ്ഞു അതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഫ്രാഗ്മെന്റഡ് പീസസ് ആണ്, അത് നമുക്ക് സർജിക്കലി റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോയിന്റ് ഞാൻ എന്തായാലും ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോഴാണ് നമ്മൾ ഈ PRP എന്നൊക്കെ പറഞ്ഞ പല ട്രീറ്റ്മെന്റുകളും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ ഒരു ലാസ്റ്റ് ഒരു ലെസ് ദാൻ 10 yearsലാണ് ഇത്രയും ഒരു റീജനറേറ്റീവ് മെഡിസിൻ എന്നും പറഞ്ഞിപ്പോ വേറെ ഇത് തന്നെയുണ്ട്. അതൊന്നും ആ സമയത്ത് ഒരു ഞാൻ 28 എന്ന് പറയുമ്പോൾ ഒരു 10-12 കൊല്ലം മുമ്പുള്ള കഥയാണ്. അപ്പോഴൊന്നും അങ്ങനെ ഒരു റീജനറേറ്റീവ് മെഡിസിൻ എന്നുള്ള ടോക്കേ ഇല്ല. റീഹാബിലിറ്റേഷൻ ഡോക്ടറിനെ അല്ല. അപ്പൊ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഹൗ ദേ തിങ്ക്, ഹൗ ദേ ആർ ട്യൂൺ. ഓർത്തോപീഡീഷ്യന്റെ ലക്ഷ്യം ജോയിന്റ് കൂടുതൽ പൊട്ടിപ്പോകരുത്, ഡാമേജ് ഉണ്ടാക്കരുത്, അതുകൊണ്ട് അനങ്ങാതിരിക്കുക. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലരും കാലൊടിഞ്ഞിട്ടൊക്കെ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട് ഊരി കഴിഞ്ഞാൽ പിന്നെ ടാറ്റ ബൈ ബൈ, വേറെ എന്തെങ്കിലും പറഞ്ഞു തരും. പക്ഷെ നമുക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ കാല് മൊത്തം വീക്കായിരിക്കും, മസിൽ നല്ലോണം ചെറുതായിട്ടുണ്ടാവും. നടക്കാനുള്ളത് പഠിപ്പിക്കുന്നത് പിന്നെ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റാണ്. ആ ജോയിന്റിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പൊ എനിക്ക് ഒരു 6 weeks പ്ലാസ്റ്റർ ഇട്ടപ്പോ ഞാൻ വെച്ച് നാളെ മുതൽ ഓടാൻ പറ്റുന്നു, പക്ഷെ പിറ്റേ ദിവസം കാല് നിലത്ത് കുത്താൻ പറ്റില്ല. അപ്പൊ ഈ റീഹാബിലിറ്റേഷൻ ആളാണ് സിംഗിൾ 10 സ്റ്റെപ്പ് എടുക്കും, ആ ഗ്രാജുവൽ പ്രോഗ്രഷൻ ടു റണ്ണിങ് ആണ്. സോ ആ ഒരു സ്പെഷ്യാലിറ്റിയിലുള്ള ഡിഫറൻസും അപ്കമിങ് എവിഡൻസ്, പണ്ടുള്ള എവിഡൻസ് അല്ല ഇപ്പോൾ ഉള്ളത്. പിന്നെയാണ് ഇപ്പം പണ്ട് റൺ ചെയ്യാൻ പാടില്ല, നീല് ജോയിന്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഓടാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ എല്ലാ എവിഡൻസും പറയണത് ഓടിയാൽ ബ്ലഡ് സപ്ലൈ കൂടും, അപ്പൊ റീജനറേഷൻ കൂടും. എന്റെ അനുഭവത്തിൽ അത് ഞാൻ 2 കൊല്ലം മരുന്ന് കഴിച്ചിട്ട് ടപ്പൊന്ന് മരുന്നെല്ലാം നിർത്തി. ഇപ്പൊ വേദനയില്ല, ഒന്നുമില്ല. മുട്ടിന്റെ പ്രശ്നം എനിക്ക് 3 years ആയിട്ട് പിന്നെ ഇല്ല. ഇതേവരെ അനുഭവം എനിക്കുണ്ട്, അത് ഞാൻ ചോദിച്ചത്. ഞാൻ യോഗ ചെയ്യുന്ന ആളാണ് സ്ഥിരമായിട്ട്. സൗദി അറേബ്യയിൽ നിന്ന് ഒരു ഡിസ്ക് പ്രോബ്ലം വന്നു, യോഗ ചെയ്തു പോകരുതെന്ന് പറഞ്ഞു. വീണ്ടും നാട്ടിൽ വന്നിട്ട് അമൃതയിൽ കൺസൾട്ട് ചെയ്ത് പറഞ്ഞു ചെയ്തോളം പറഞ്ഞു. രണ്ടും ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിട്ട് അങ്ങനെ വരുന്ന കേസുകളുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വെയിറ്റും വെച്ചോണ്ട് ഓടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ മുട്ട് പ്രശ്നമായിരുന്നു. ഞാൻ ആദ്യം വെയിറ്റ് റിഡ്യൂസ് ചെയ്തു, ഇമ്പാക്ട് കുറച്ചു മുട്ടിന്, അല്ലാതെ ഓടി തുടങ്ങിയ പ്രശ്നമാണ്. ഇതെല്ലാം കൂടെ ഒരു പ്ലാൻ കാൽക്കുലേറ്റഡ് ഇതിലാണ് ചെയ്തത്. ഗ്രേറ്റ്.
മാം ആക്ച്വലി എന്റെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ നീ ഇഞ്ചുറി കഴിഞ്ഞിട്ട് പുള്ളി ഇതുപോലെ തന്നെ ഓടുകയും ചെയ്യും, വെയിറ്റ് ട്രെയിനിങ്ങും ചെയ്യും. അങ്ങനെയാണ് പുള്ളി ആ മസിലിന്റെ സ്ട്രെങ്തും മൊബിലിറ്റിയും തിരിച്ചു പിടിച്ചത്. ഇപ്പോഴും പുള്ളിക്ക് ചെറിയൊരു ഇതുണ്ട്, എന്നാലും ഹി സ്റ്റിൽ ഏബിൾ ടു ഡു ഇറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ട്രെയിനിങ്. അത് മാം പറഞ്ഞത് വളരെ 100% കറക്റ്റ്. മാം ഈ പറഞ്ഞതെല്ലാം കൂടെ ചേർത്ത് വെച്ച ഒരു പേപ്പർ എഴുതാനുള്ള അത്ര ഇൻഫർമേഷൻ ഉണ്ടല്ലോ. പ്യോർ ഡാറ്റയാണത്, ഫസ്റ്റ് ഹാൻഡ് നമുക്ക് ഈ എക്സ്പീരിയൻസ്. ജോയിന്റിന് വേദന വരുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ചുറ്റുമുള്ള സപ്പോർട്ടിങ് മസിൽസ് വീക്ക് ആയതുകൊണ്ട്. അതാണ്. ജോയിന്റിന് എല്ലാവരും ശരിയാണ്, ജോയിന്റിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഡാമേജ് ജോയിന്റ് ഡാമേജ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചുറ്റുമുള്ള എന്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പൊ എന്താ, ഒരു ഇമ്പാക്റ്റും ആ ജോയിന്റിലേക്ക് പോണില്ല. എല്ലാ ലോഡും ഇപ്പൊ മസിലാണ് എടുക്കുന്നത്. ആ ജോയിന്റിന് എനിക്കിപ്പോ 21 കിലോമീറ്റേഴ്സ് ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു മുട്ടിന് ഒരു വേദനയില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നായിട്ട് എനിക്ക് ഇങ്ങനെ ടോക്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരും, പണ്ട് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ആ മസിൽ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ചേഞ്ചസ്. ഓക്കെ, താങ്ക് യു മാം. ഹായ് ബാ. ഇപ്പൊ ഒന്ന് മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കാല് തൊട്ട് നമസ്കരിച്ചിട്ട് ഒന്ന് ടൈറ്റായിട്ട് ഹഗ് ചെയ്തേനെ. അയ്യോ, ഞാൻ ഹാപ്പി. കൊടുക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതിപ്പോ 3-ാമത്തെ പ്രാവശ്യം 3-4 ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ചു. അപ്പൊ എല്ലാരും വിളിക്കുമ്പോ ഞാൻ വിചാരിക്കുന്നത് പാലിയേറ്റീവ് കെയർ സംസാരിക്കാൻ സാധാരണ ഞാൻ അതിനാണ് ക്ലാസ് എടുക്കാറ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ശ്രീചിത്രയിൽ ഒരു വിമൻ വെൽഫെയർ ഇതിൽ വിളിച്ചു, പിന്നെ ഗ്യാസ്ട്രോഎൻട്രോളജി കോൺഫറൻസിന്. അപ്പോഴൊന്നും പാലിയേറ്റീവ് കെയർ അല്ല വേണ്ടത്, അവർക്ക് ഈ ജേർണി എന്താണ് എന്ന് ഞങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പൊ പാലിയേറ്റീവ് കെയർ പഠിപ്പിക്കലൊക്കെ നിർത്തിയോ? എനിക്ക് എന്നാ പിന്നെ ഒരു ഫുൾ ടൈം അത്ലീറ്റ് ആയിക്കൂടെ? അല്ല, ഒരാള് ചെയ്തു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ആ ഇൻസ്പിറേഷനും ആ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടല്ലോ മാം, അത് ഭയങ്കരമായിരുന്നു. എങ്ങനെയാന്ന് അറിയില്ല. ഇപ്പൊ മാമാണ് ഇത്രയൊക്കെ ചെയ്തത്. ഞാൻ എന്റെ മക്കളോട് പറയാറുണ്ട്, എന്തെങ്കിലും ഒരു ആഗ്രഹം, ഇനി നമ്മൾ അങ്ങനെ പറയുമല്ലോ, അടുത്ത ജന്മത്തിൽ എന്താകണം എന്നൊക്കെ. ഇപ്പൊ ഞാൻ പറയോ, എനിക്ക് കടലിനടിയിൽ പോയി അത് മുഴുവൻ ഒന്ന് കാണാൻ പറ്റണം. അതെന്റെ വലിയ ആഗ്രഹം. ആകാശം നമുക്ക് കാണാമല്ലോ, ഈ കടലിനടിയിൽ എന്താന്നുള്ളത് നമുക്ക് അറിയാനേ വയ്യ. അപ്പൊ അതെന്റെ ഒരു ആഗ്രഹം എന്ന് ഞാൻ പറയും. ഇപ്പൊ എന്റെ മോനൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗോവയിൽ പോയിട്ട് സ്കൂബ ഡൈവിങ് ചെയ്തു എന്ന് പറയുമ്പോ ഞാൻ, എടാ ഒന്ന് അമ്മയെ കൊണ്ടുപോണേടാന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ അതുവരെയൊക്കെ മാം ഇതെങ്ങനെ ഇത്ര ഓരോന്നിന്ന് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്? അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്താന്ന് എപ്പോഴെങ്കിലും ഒന്ന് കാണാനൊരു അവസരം കിട്ടണേ, നേരിൽ കാണാനൊരു അവസരം കിട്ടണേ എന്ന് വിചാരിക്കുന്നു മാം. താങ്ക് യു സോ മച്ച്. കൺസിസ്റ്റൻസി മാറ്റേഴ്സ്, അത് മാഡം ആദ്യം തന്നെ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഈ നടക്കുമ്പോ നീ ക്യാപ്പ് ഇട്ടാ നേരത്തെ നടന്നിരുന്നത്. ഇപ്പൊ I am 70. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ നടന്നിരുന്നത് നീ ക്യാപ്പ് ഇട്ടാണ് കൂടുതൽ നടക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ ഞാനിവിടെ US-ലാണ്, കുറേ നടന്നു, ന്യൂയോർക്കും അവിടെ ഇവിടെയൊക്കെ കുറേ നടന്നു. ഒരിക്കൽ പോലും നീ ക്യാപ്പ് ഇടേണ്ടി എനിക്ക് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് യോഗ ചെയ്യുന്നു, അതുപോലെ തന്നെ നടക്കുന്നു, കൃത്യമായിട്ട് നടക്കുന്നു. രണ്ടും ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ എനിക്ക് നീ ക്യാപ്പ് ഇടേണ്ടി വന്നില്ല. അതെനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം എന്റെ 50s ഞാൻ നടന്നപ്പോ നീ ക്യാപ്പ് ഇട്ടാ നടന്നിരുന്നത്. ചേച്ചി നമ്പർ ചോദിക്കണ്ട്. എനിക്ക് കുഴപ്പമില്ല, ഷെയർ ചെയ്യാം. ഉഷയുടെ കയ്യിലുണ്ട് നമ്പർ. ഞാനിതൊക്കെ ആധികാരികമായി പഠിച്ച് ചെയ്ത ആളല്ല, ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്ത് തുടങ്ങിയതാണ്. ഒരെണ്ണം നമുക്കൊരു എൻകറേജ്മെന്റ് ആകുമ്പോൾ നമുക്ക് അടുത്തത് ചെയ്യും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് ആവും, അപ്പൊ അടുത്തതിലേക്ക് പോകും. ഞാൻ അടുത്ത മാസം എന്റെ വലിയ 1 വർഷം നീണ്ട ട്രെയിനിങ്ങിന്റെ അവസാനം അടുത്ത വർഷം ഞാൻ അടുത്ത മാസം നവംബർ എക്സാക്ട്ലി ഓൺ ദ സെയിം അയൺമാൻ എന്ന് പറഞ്ഞൊരു ഇവന്റ് അറ്റംപ്റ്റ് ചെയ്യാണ്. മേ ബി കേരളത്തിൽ നിന്ന് അങ്ങനെ സ്ത്രീകളൊന്നും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. പ്രോബബ്ലി നാട്ടിൽ നിന്ന് ഫസ്റ്റ് വണ്ണാണ്. അത് 9th നവംബറിന് ആണ് അത് ചെയ്യാൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഡെഫിനറ്റ്ലി. ഇവിടെ ഡെന്റിസ്റ്റിനെ അറിയോ ചേച്ചി? മറ്റേ ഡോക്ടർ രൂപേഷ് ആലപ്പുഴ? അറിയില്ല. ഞാൻ കണക്ട് ചെയ്ത് തരാം കേട്ടോ. ഹീസ് ഓൾസോ എ അയൺമാൻ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും. 6. താങ്ക് യു. ആ അനുഭവം കൂടി ഷെയർ ചെയ്യാൻ ഒരിക്കൽ കൂടി വരണം ഞങ്ങളുടെ കൂടെ. തീർച്ചയായിട്ടും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അല്ല, കംപ്ലീറ്റ് ചെയ്യോ എന്നുള്ളതല്ല, അറ്റംപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മള് പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയുന്നത് അയൺമാന്റെ സ്റ്റാർട്ട് ലൈനിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് പോയിന്റ്. അതുവരെ ട്രെയിനിങ് ആൻഡ് റീച്ചിങ് ദി സ്റ്റാർട്ട് ലൈൻ വിത്തൗട്ട് ഫിയർ ആണ്
പിന്നെ ബാക്കിയുള്ള ഇന്ത്യയിൽ വെച്ചാകുമ്പോൾ ഭയങ്കര വെദർ ഇസ് വെരി ഗ്രൂവലിംഗ് ആൻഡ് ദ കോഴ്സ് ഇസ് വെരി ടഫ്. ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ഒക്കെ ആവും. സോ മെനി പീപ്പിൾ, പിന്നെ നമ്മുടെ നാട്ടിലാകുമ്പോൾ ജെല്ലി ഫിഷ് ഒക്കെ ഉണ്ട് കടലില്, അപ്പൊ അതൊക്കെ കിട്ടും. എന്നാലും അറ്റംപ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. കേൾക്കുമ്പോ തന്നെ ഒരു ഭയങ്കര സന്തോഷം. അതെ, വിൻ ചെയ്ത് വരട്ടെ എന്തായാലും. അപ്പൊ നമുക്ക് അതന്നെ. ഒരു അല്ല, സ്വീകരണം നമ്മുടെ തന്നെ arrange ചെയ്യാം അല്ലേ? അതന്നെ നമ്മുടെ ആഗ്രഹങ്ങള്. ഇപ്പൊ ഞാൻ തായ്ലൻഡിൽ പോയപ്പം പിന്നെ കടലിൽ ചാടി. അപ്പൊ അവരാ ഇത് ഇടിയിക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ അത് ഇടണില്ല, എനിക്ക് സ്വിമ്മിങ് അറിയാന്ന് പറഞ്ഞിട്ട് ഓഹോ നോ എന്ന് പറഞ്ഞിട്ട് അത് ഇടിയിപ്പിക്കാതെ തന്നെ അതിനകത്ത് ചാടിച്ചില്ല. കാരണം എനിക്കൊന്നും ഇടാതെ ചാടണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സാധിക്കില്ലല്ലോ, അവരുടെ ഒരു സെക്യൂരിറ്റിയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അതുപോലെ നമ്മൾ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ലൈഫ് സ്റ്റോറി തന്നെയാണ്. വേറെ ഒന്നുമല്ല, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത് തന്നെ പറഞ്ഞാൽ മതി. കുട്ടികൾക്ക് അത് എപ്പോഴും ഒരു എൻകറേജ്മെന്റ് ആണ്. അവർക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. എന്റെ മോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചെറിയ കാലുവേദനയുണ്ട്, നടക്കണോ ഇന്ന്? അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് എത്ര വയസ്സായി, എനിക്ക് എത്ര വയസ്സായി, എനിക്കും ഉണ്ട് കാലുവേദന, അങ്ങോട്ട് നടക്കണം. ഓരോ എക്സ്ക്യൂസും വീട്ടിൽ ചെലവാ. പിന്നെ അവര് ഭയങ്കര പ്രൗഡാണ്. അവര് എന്റെ അടുത്ത് വലിയ ഡയലോഗ് ഇല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയി ആയിരിക്കും എന്റെ അമ്മ ട്രയത്ലീറ്റാ എന്നൊക്കെ, എന്റെ അമ്മ 200 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തിട്ടാ വന്നെ എന്നൊക്കെ. ഞാൻ ഈ ട്രയത്ലോണിന് പോകണമെന്ന് രാവിലെ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക തലേ ദിവസം, ലേക്കിൽ ആദ്യമായിട്ട് സ്വിം ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്റെ മോൻ എങ്ങനെയാ അവനാ ബുദ്ധി തോന്നിയെന്നറിയില്ല, കുറെ മെഡൽസ് ഉണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് എന്റെ ആദ്യത്തെ 10 കിലോമീറ്ററിന്റെ മെഡൽ എടുത്തിട്ട് ഫോട്ടോ എടുത്ത്, ദിസ് ഇസ് വേർ ഇറ്റ് സ്റ്റാർട്ടഡ് റിമെമ്പർ. അപ്പൊ എത്ര ദൂരം ഞാൻ അതിൽ നിന്ന് വന്നു. പിന്നെ എനിക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ലായിരുന്നു രാവിലെ. പിന്നെ തിരിച്ചു ചെല്ലുമ്പോ അവന്റെ അടുത്ത് ഇത് പറയണ്ടേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്, അത് മാത്രമേ പിന്നെ ലേക്കിൽ സ്വിം ചെയ്യുമ്പോ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ മാഡം, Definitely ചേച്ചി. യെസ്, സത്യം പറയുവാണെങ്കിൽ ഒരുപാട് എന്താ പറയാ, ഒരുപാട് ഇൻസ്പയറിങ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരാളെ കാണുന്നതും കേൾക്കുന്നതും ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ അത്രയ്ക്കും ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തീർച്ചയായിട്ടും ഉഷ മാമിനും ആലിസ് മാമിനും ഭയങ്കര താങ്ക്സ്. അത് ഒരിക്കൽ സത്യം, വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും നമ്മൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ഞാൻ അത്രയും കണ്ടിട്ടില്ല. നേരിട്ട് ഇങ്ങനെ ഒരാള് പറയുന്നത് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. കാരണം നമുക്ക് ഇപ്പൊ പല പല കഥകളൊക്കെ കേൾക്കുമല്ലേ, പക്ഷെ ഇത് സത്യം ഭയങ്കര സംഭവം തന്നെ. അല്ലാതെ ദൈവത്തിനെ കാണുന്ന പോലെയൊക്കെയെന്ന് നമ്മള് പറയുന്ന പോലെ ഉണ്ട്. പാലിയേറ്റീവ് കെയറിനെ കുറിച്ചിട്ട് പറയാനായിട്ട് മാം വന്നിട്ടുണ്ട് ഒരിക്കൽ. പക്ഷേ അതിനേക്കാളൊക്കെ ഭയങ്കര ഫാർ ഗ്രേറ്റ്. 10 times. നമ്മളൊക്കെ മാമിനെ ഇനി അനുകരിക്കാൻ കുറച്ചൊക്കെ ശ്രമിക്കണം. തീർച്ചയായിട്ടും. അതാ ഈ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഇത് കേട്ടിട്ട് ഒരാളെങ്കിലും നാളെ മൂവ് ചെയ്യാൻ തുടങ്ങി. അത് തന്നെ തീർച്ചയായിട്ടും മാം, ഗ്രേറ്റ്. പറയാനില്ല, സ്പീച്ച്ലെസ്, അത്രേ ഉള്ളൂ. നടക്കാൻ പോകുമ്പോൾ മഴയാണെങ്കിലും നടക്കണമെന്ന് മാം പറഞ്ഞില്ലേ, അത് വളരെ ഒരു ഇതാണ്. സാധാരണ ഞാൻ നടക്കാൻ പോകുന്ന ഒരു കുറച്ച് പേരുണ്ട്, അവരും കൊടയും ചൂടി എന്റെ വീടിന്റെ ഗേറ്റിങ് വന്നിടും, എന്നിട്ട് വിളിക്കും മഴയോ എന്ത് മഴ, ഇങ്ങോട്ട് ഇറങ്ങാ കൊടയും രാവിലെ പിടിച്ചിട്ട്. മഴയാണെങ്കിൽ ഡെഫിനറ്റ്ലി രാവിലെ ഞാൻ റൺ ചെയ്തിരിക്കും. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറയും കുട്ടിക്കാലത്തോ മഴയത്ത് ഇറങ്ങുമ്പോൾ മഴ കൊള്ളും, പനി വരും. ഇപ്പൊ ആരും ചോദിക്കാനില്ല മഴയാണോ. എന്റെ കയ്യിൽ കുറെ വീഡിയോസ് ഉണ്ട്, അതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും ചെയ്യും. മഴ പെയ്തോ എന്റെ റണ്ണേഴ്സ് ഗ്രൂപ്പിൽ എല്ലാവരും ഒക്കെ പറയും മഴ പെയ്താ ശ്രീദേവി 5:30 പകരം 5 മണിക്ക് അവിടെ റെഡിയാവും. കാരണം മഴ പോയാലോ എന്ന് പേടിച്ചിട്ട് ആ മഴയത്ത് ഓടുന്നതിന്റെ ഒരു ഹരം കുറച്ചൊന്നുമല്ല. ഞാൻ കുട്ടികളെ മഴയായാൽ പുറത്തിറങ്ങണം എന്ന് പറയും. നമുക്കോ ഇപ്പൊ മഴ കൊണ്ടാ പനി പിടിക്കും. എനിക്ക് നമ്മൾ മഴയത്ത് ഇറങ്ങി രാവിലെ റെഗുലർ ആയിട്ട് റൺ ചെയ്യും. മഴയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റണ്ണ് സ്കിപ്പ് ചെയ്യില്ല. ഞാൻ ശരിക്കും എന്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്, മഴ എന്ന് പറഞ്ഞ ഒരു ഡിവൈൻ ആണ്. അത് ഏറ്റവും അതെന്തൊരു പ്യുവർ ഫോം ആണ്. നമ്മൾ എന്തിനീ പേടിച്ചകത്തോട്ട് ഓടുന്നു? മഴ നനയണം. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, അത് എൻജോയ് ചെയ്യണം. അത് അല്ലാത്ത ഫീലാണ്. ഒരിക്കലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഒരിക്കലും മിസ് ചെയ്യില്ല. നോ പേരന്റ് വിൽ അലൈവ്. അതാ സത്യം. ഞാൻ സത്യത്തിൽ നേരെ തിരിച്ചാണ്. മഴയായ വെളിയിൽ ഇറങ്ങിക്കോണം. നാട്ടിലാണെങ്കിൽ ഫ്ലാറ്റിലാകുമ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, റോഡ് സൈഡ് ആണ്. നാട്ടിൽ പോയി നാട്ടിലെ മഴ പെയ്താൽ വീടിന്റെ അകത്തേക്ക് കയറാൻ പാടില്ല. പക്ഷെ ബാക്കി പാരന്റ്സിന് കസിൻസ് ഒക്കെ വരുമ്പോഴേ എന്റെ കുട്ടികൾ ഓടുമ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഓടണം. അപ്പൊ ബാക്കി അമ്മമാർക്ക് അത് ഭയങ്കര കൺസേൺ ആണ്. അങ്ങനെ ഫ്രീഡം കൊടുക്കരുത് എന്നൊക്കെ പറയും.
പക്ഷെ ഞാൻ ഫ്രീഡം കൊടുക്കാറുണ്ട് മാഡം. എന്റെ മഴ വന്നാൽ അവര് പുറത്തേക്ക് പോകും, ഞാൻ വേണ്ടാന്ന് പറയില്ല. അപ്പൊ അടുത്ത വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ കൈ കാണിക്കുക, എന്തിനാ വിടണേ, എന്തിനാ, നമ്മൾ കളിക്കട്ടെ പറയും, അതെ. കൊടുക്കാറുണ്ട്. അതെ, മഴ വന്നാല് അച്ഛനും അമ്മ മക്കളും 2 മക്കളും നമ്മൾ നനയും. അപ്പൊ ഇത് family മഴ matters. നനയണ കമ്മ്യൂണിറ്റിയും കൂടി ഉണ്ട് ഇവിടെ. ഓ, രഞ്ജിനി ചേച്ചി അപ്പത്തേക്കും ശ്രീദേവി ചേച്ചിയുടെ ഇൻസ്റ്റാ പേജും തപ്പിയെടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കമന്റ് ബോക്സിൽ. പക്ഷെ മാഡത്തിന്റെ ഇത് ലോക്ക്ഡ് ആണല്ലോ, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഇത് ലോക്ക് ചെയ്ത് വെക്കരുത് കേട്ടോ അത് പ്ലീസ്. എനിക്ക് ലോക്കും അൺലോക്കും ഒന്നും അറിയാറായിട്ടില്ല. അതൊക്കെ. രഞ്ജിനി ചേച്ചി ഞാൻ കണക്ട് ചെയ്ത് തരാട്ടോ അക്കാര്യത്തിൽ. ശരി. ട്രിവാൻഡ്രത്ത് തന്നെയാ ചേച്ചി. ഞാൻ രഞ്ജിനി ചേച്ചിയോട് പറഞ്ഞ ഇന്ന് എന്തായാലും മിസ് ചെയ്യരുത്. കാരണം എനിക്കൊരു ചേച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്ക് ജനിച്ചില്ല എന്നാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ സ്വന്തം എന്ന് വിചാരിക്കുന്ന 2 ചേച്ചിമാരാണ് ശ്രീദേവി ചേച്ചി, രഞ്ജിനി ചേച്ചി എന്ന്. നിങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് തന്നെയാണോ? നിങ്ങൾ ഇതുവരെ ഞാൻ കണക്ട് ചെയ്തില്ലല്ലോ എന്ന് ഇന്ന് പറഞ്ഞുള്ളൂ ചേച്ചിയോട്. രഞ്ജിനി ചേച്ചിയെ നമുക്ക് റണ്ണർ ആക്കാം ഇനി. എനിക്ക് തോന്നുന്നു ഉമ്മ ചേച്ചി ഇപ്പൊ കരയുന്നുണ്ടാവും പാവം. ഏയ് എന്റെ ചേച്ചി കരയൂല. മാം ഗുഡ് ഈവനിങ്. ഞാൻ 51 years ഓൾഡ്, ഒരു യൂട്രസ് റിമൂവ് ചെയ്ത ഒരു ലേഡിയാണ്. അത്യാവശ്യം നല്ല വണ്ണമുണ്ട്. പക്ഷെ എനിക്ക് മോർണിംഗിൽ നമുക്ക് കിച്ചണിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവും. അപ്പൊ ആഫ്റ്റർനൂൺ ആണ് എനിക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം. ഞാൻ ഗാർഡനിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഇത് എലിപ്റ്റിക്കൽ സൈക്കിളൊക്കെ ചവിട്ടി എൻ്റെ കാലയിലെല്ലാം നീരാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ? ഞാൻ ഒത്തിരി ശ്രമിക്കാറുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ബിഗിനിങ് എന്ന് പറയുന്നു. അപ്പൊ പിന്നെ അവിടെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, അതിന് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. ഒന്ന് നമ്മള് വെയിറ്റ് ഉള്ളപ്പോ നമ്മൾ എന്തെങ്കിലും മൂവ് ചെയ്യുമ്പോൾ അത്രയും നമ്മുടെ വെയിറ്റിന്റെ ഏറ്റവും അതിന്റെ ഇമ്പാക്ട് വരുന്നത് നമ്മുടെ നീയിലും പിന്നെ നമ്മുടെ ആങ്കിളിലും ആണ്. താഴെ ആ ബോൺസിലാണ് ഏറ്റവും കൂടുതൽ ഓൾ ഓഫ് എ സഡൻ ഇമ്പാക്ട് വരുന്നത്. അപ്പം ഈ ചെറിയ ചെറിയ മസിൽസ് ആദ്യം സ്ട്രെങ്തൻ ചെയ്താലേ, ഇപ്പൊ എലിപ്റ്റിക്കൽ ആണെങ്കിലും വാക്കിംഗ് ആണെങ്കിലും ആ മസിൽസ് സ്ട്രെങ്തൻ ചെയ്താലേ നമുക്ക് വേദന ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ സ്ഥലം എവിടെയാന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ സ്പോർട്സ് മെഡിസിൻ ആൾക്കാര് ദേ ആർ വെരി ഹെൽപ്ഫുൾ. അവര് നമ്മളെ എങ്ങനെ മൂവ് ചെയ്യിക്കാം എന്നുള്ളതാണ് കൂടുതലും ഹെൽപ്പ് ചെയ്യുക. റീഹാബിലിറ്റേഷൻ ആണ് അവരുടെ ഫോക്കസ്. അപ്പം ചെറിയ മസിൽസ്, ഞാൻ ലിഗമെന്റ് ഇഞ്ചുറി ആയിട്ട് പ്ലസ് 2 കഴിഞ്ഞിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ തുടങ്ങിയത് 10 സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞു ഞാൻ 21 കിലോമീറ്റേഴ്സ് ഓടേണ്ട ആളാണ്. 10 സ്റ്റെപ്പ് നടക്കാൻ പറഞ്ഞപ്പോ എനിക്ക് അത് വളരെ മോശമായിട്ട് തോന്നി. പക്ഷെ ആ 10 സ്റ്റെപ്പ് ക്ഷമയോടെ 10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ ഒരു ദിവസം 10 മിനിറ്റ് തുടങ്ങി ഒരാഴ്ച, പിന്നെ അടുത്ത ആഴ്ച 15 മിനിറ്റ്, അങ്ങനെ നടന്നാണ് തിരിച്ചാ 21ലേക്ക് എത്താൻ പറ്റിയത്. അപ്പൊ അതിന് റീഹാബിലിറ്റേഷന്റെ ആൾക്കാർ കുറെ ഹെൽപ്പ് ചെയ്തു. സിമ്പിൾ എക്സസൈസസ് ആയിരിക്കും അത് ഒന്ന്. പിന്നെ അപ്പൊ ആ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമ്മുടെ മൂവ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് വേദന തന്നെ കുറയും. അപ്പൊ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ, സ്പോർട്സ് മെഡിസിൻ ആൾക്കാർ, റീഹാബിലിറ്റേഷൻ ആൾക്കാർ, അവരാണ് ഇതിന് നല്ലത്. അത് സാധിക്കും. തിരുവല്ലയാണ് എന്റെ സ്ഥലം. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചാൽ നല്ലതായിരിക്കും. ഫിസിയോതെറാപ്പിസ്റ്റിനെക്കാട്ടിലും ആദ്യം നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ ഡോക്ടറെ തന്നെ ചെയ്യണം. എന്നിട്ട് അവരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിന് വേണമെങ്കിൽ മിക്കവാറും മൂവ്മെന്റ്സ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ അടുത്ത് കുറെ ആർട്ടിക്കിൾസ് വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ഹാർട്ട് ഇസ് ഇൻ യുവർ കാഫ് മസിൽ എന്നാണ്. നമ്മുടെ കാലിന്റെ ബാക്കിലുള്ള മസിൽ ഇല്ലേ, താഴെ നീന്റെ താഴെ ബാക്കിലുള്ള. അപ്പൊ ഇരിക്കുമ്പോഴാണെങ്കിലും കാഫ് റേസസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ പലരും പ്രായമാകുമ്പോൾ വീഴുന്നത് എന്തുകൊണ്ടാ? 2 ഗ്യാസ്ട്രോണിമസും സോളിയസും 2 മസിലാണ് നമ്മുടെ കാലിന്റെ താഴെ ഭാഗത്തുള്ളത്. അത് ഒരെണ്ണം ഫാസ്റ്റ് ആക്ടിങ്ങും ഒരെണ്ണം സ്ലോവർ ആക്ടിങ്ങും. ഈ ഫാസ്റ്റ് ആക്ടിങ് നമ്മൾ സ്റ്റെപ്പ് വീഴാൻ പോകുമ്പോൾ അത് ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തില്ലെങ്കിലാണ് നമ്മൾ വീഴണത്. അപ്പൊ അതിനെ സ്ട്രെങ്തൻ ചെയ്യണം. ഓക്കെ ഇങ്ങനെ വന്നാൽ ഞാൻ ഇങ്ങനെ കാലും അടിഞ്ഞ് ഇങ്ങനെയാണ് ആവേണ്ടതെന്ന് അതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പൊ നമ്മുടെ മടിയിൽ ഒരു കിലോ ഉള്ള സാധനം എന്തെങ്കിലും മടിയിൽ എടുത്ത് വെക്കുക. എന്നിട്ട് ഇരിക്കണ പൊസിഷനിൽ തന്നെ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മടിയിൽ വെയിറ്റ് വെക്കുക. ജസ്റ്റ് നമ്മുടെ ഫിംഗറിൽ ഇങ്ങനെ ഹീൽസ് റേസ് ചെയ്യുക. അത് തന്നെ സോളിയസിന് സ്ട്രെങ്തനിങ് ആണ്. അപ്പൊ അങ്ങനെ കൊച്ചു കാര്യങ്ങൾ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് വേണമെന്നുമില്ല. ഇങ്ങനെയുള്ള കൊച്ചു എക്സസൈസുകൾ അവർ പറഞ്ഞു തരും, മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ എക്സസൈസുകളിലേക്ക് പോകുന്നതായിരിക്കും പെയിൻ ഫ്രീ ആയിട്ട് പോകാൻ നല്ലത്. ഓക്കെ, താങ്ക് യു മാം. ഇന്ന് ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണോന്ന് പറയേണ്ടി തന്നെ വന്നില്ല.
ചോദിക്കേണ്ടി ഒന്നും വന്നില്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതെ 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 ഡെഫിനറ്റ്ലി. ഇപ്പൊ മാം ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കും, വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് കൂടുതൽ സമയം ബാംഗ്ലൂരാ. ബാംഗ്ലൂരാണ് പറഞ്ഞല്ലോ. നാളെ പാലിറ്റി കെയറിന്റെ ഒരു മെയിൻ സംഭവം ഉള്ളതായതുകൊണ്ടാണ് ഡേറ്റ് ഷിഫ്റ്റ് ചെയ്തത്. ആ, ആ. ഇനി നാളെ ആലിസ് മാഡത്തിന് ഇതിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് യാത്ര ചെയ്ത് മെന്റൽ ഹെൽത്തിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന്. ഫിസിക്കലി Improve ചെയ്യാം. ഫിറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി യാത്ര തുടങ്ങുകയാണ്. അതെ അതെ. അല്ല, ഈ യാത്രയിലാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും ഫിറ്റ് ആണെന്ന്. കാരണം എനിക്ക് ആ നീക്കാപ്പ് ഉപയോഗിക്കേണ്ടി വന്നില്ല, അത് ഞാൻ വെറുതെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു, അത്ര തന്നെ. അല്ല, മാഡത്തിന് ഞാൻ പരിചയപ്പെടാൻ വരുന്ന കാലഘട്ടത്തിൽ മുതൽ മാഡത്തിന് വാക്കിംഗ്, മാഡത്തിന് ഡയറ്റ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് മാഡത്തിന് ഇത്രയധികം രാജ്യങ്ങൾ പോകാനും ഇതിനെല്ലാം ഒരു എന്താ പറയണ, നമുക്ക് ആ 70 years ഇപ്പൊ മാഡം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാണ്. ഞാൻ എപ്പോഴും നമ്മൾ കൗൺസിലിംഗ് വന്നിരിക്കുമ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, മാഡത്തിന്റെ ഏജ് എന്ന് പറയുന്നത് ആർക്കും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അത്രയും സ്പിരിറ്റഡ് ആയിട്ടാണ് മാഡം അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ശക്തി. അത് മാഡം പറഞ്ഞല്ലോ, ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ് എന്ന്. ഞാൻ മാഡത്തിനെ കമ്പയർ ചെയ്യാൻ പോണില്ല, ഞാൻ എന്നോട് തന്നെ കമ്പയർ ചെയ്യണത്. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കുക. ഏജ് ഈസ് നോട്ട് എ മാറ്റർ എന്ന് പറയും നമ്മൾ. അത് മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്തില് ഏജ് ഈസ് നോട്ട് എ മാറ്റർ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അത് നമ്മൾ വിചാരിക്കുന്ന അനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ കംപ്ലീറ്റ് പറയാം. അല്ലാത്ത കാര്യത്തിൽ നമ്മൾ വിചാരിക്കണം നമ്മുടെ ഏജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്നുള്ളത് നമ്മൾ വിചാരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു ദിവസം, ഒരു ഡേ, എനിക്ക് ഡേ ആണ് കേട്ടോ, എനിക്കൊരു ഇത്രയും നല്ല ഡേ തന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ താങ്ക് യു ചേച്ചി, ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ടുമോറോ. താങ്ക് യു സോ താങ്ക് യു മച്ച്. മാം, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇപ്പോഴും ഇമോജികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ